വന്ദേ മാതരം. ബാബുജി തപസ്യ. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം. ഈ പരിപാടിക്ക് ഔപചാരികത ഒന്നും തന്നെയില്ല. ഇതൊരു ചർച്ചയാണ്, ഒരു സംവാദമാണ്. അപ്പോൾ ഉദ്ഘാടനമോ അതേപോലത്തെ യാതൊരു പരിപാടിയില്ല. എല്ലാം പങ്കാളികളാണ്. വിഷയത്തെക്കുറിച്ച് വിഷയാവതരണം നടത്തുന്നവരും സംസാരിക്കുന്നവരും മാത്രമാണ് ഇതിൽ പ്രാധാന്യം. ഏതായാലും അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബഹുമാന്യരായ ഡോക്ടർ ശങ്കരൻകുട്ടി സാർ, ശ്രീ ജി കെ സുരേഷ് ബാബു, ശ്രീ രാജേഷ് പിള്ളൈ, ശ്രീ ശ്രീരാജ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഭാരതത്തിൻ്റെ അഖണ്ഡതയെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന പദ്ധതിയിലാണ് ഹിന്ദുധർമ്മ പരിഷത്ത് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ മുമ്പിലുള്ള ഭാരതം ഹിമാലയം സമാരഭ്യ യാവതെന്തു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത എന്നുള്ളത് തന്നെയാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഏറ്റവും തെക്കേയറ്റം വരെ കുമാരി വരെ കിടക്കുന്ന വിശാലമായുള്ള പ്രദേശം, അതിൽ ജനങ്ങളാണ് നമ്മൾ. അതിന് പറയുന്ന പേരാണ് ഹിന്ദുസ്ഥാനം. അത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഓരോ കാലത്തായിട്ട് ഓരോ പ്രദേശങ്ങളും നമ്മുടെ അനൈക്യം കാരണം നഷ്ടപ്പെട്ടു. അത് ഏതൊക്കെ കാലഘട്ടത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം പറയാൻ നമുക്ക് സമയമില്ല. 1947 ഭാരതം സ്വാതന്ത്ര്യം നേടിയ സമയത്ത് അതേ സമയത്ത് തന്നെ ഭാരതം വെട്ടിമുറിക്കപ്പെട്ടു. അങ്ങനെ അവസാനമായി പാകിസ്ഥാൻ ഉണ്ടായി. അതും കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാൻ. 71 സമയത്ത് ബംഗ്ലാദേശ് ഉണ്ടായി. പക്ഷേ രണ്ട് പ്രദേശത്തും അതോടൊപ്പം തന്നെ ഭാരതത്തിലും പിൽക്കാലത്ത് കണ്ടത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേക വിഭാഗത്തെയാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മുഴുവനും മുസ്ലിം എന്ന് പറയുന്ന പാകിസ്ഥാനിലും ഈ ഭീകര പ്രവർത്തനമുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ആ ആളുകൾ ബംഗ്ലാദേശിലും ഇതേപോലെ തന്നെ പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അടുത്ത കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് പ്രശ്നങ്ങൾ മുഴുവൻ. 71 കാര്യമായ അതിൻ്റെ പരിശ്രമം നടത്തി ബംഗ്ലാദേശിന് വേണ്ടിയിട്ട്. അത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന പ്രദേശം. അന്ന് പ്രധാനമന്ത്രിയാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും അതിൽ കഠിനമായ പരിശ്രമം നടത്തിയിരുന്നു. എന്താണ് നമ്മളിതിന് കാരണം? ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനമാണ് എല്ലാ ഭാഗത്തും എന്നുള്ളത് കാണുന്നു. ഇതിൻ്റെ എല്ലാം പ്രധാനമായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയതാണ്. അത് അന്തിമ തീരുമാനമല്ല കേട്ടോ, അതിനാണ് ചർച്ച. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലും ഇത് തന്നെയാണല്ലോ പ്രശ്നം. അത് തന്നെയാണല്ലോ കേരളത്തിലും. കാശ്മീരിൽ നിരോധിച്ചു, പക്ഷേ കേരളത്തിൽ നിരോധിച്ചില്ല. അത് വേറെ കാര്യം. അത് രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ. പ്രധാനപ്പെട്ടത് കോൺഗ്രസ് രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട ഘടക. ഈ ബംഗ്ലാദേശ് പ്രശ്നം ഉണ്ടായ സമയത്ത് 2 കോൺഗ്രസ് നേതാക്കന്മാർ, 2 പേരും മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്നവരാണ്. പറഞ്ഞ കാര്യം നമുക്കറിയാം. ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലത്തെ കാര്യങ്ങൾ ഇന്ത്യയിലും സംഭവിക്കാം. അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു? ജമാഅത്തെ ഇസ്ലാമി മാത്രമാണോ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരർ മാത്രമാണോ ഇതിൻ്റെ പിന്നിൽ? ഇവിടെയാണ് ഈ ചർച്ച പ്രസക്തമായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുധർമ്മ പരിഷത്ത് ഇതേപോലത്തെ ഒരു ചർച്ച ഇന്ന് നടത്താൻ കാരണം. ഇതിന് പിന്നിൽ ആരെല്ലാം ഉണ്ട്,
ആരെല്ലാം കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ആരെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ ശിഥിലീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തെ ശേഷിക്കുന്ന ഭാരതത്തിൽ നടത്തുന്നു. ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ഏതെല്ലാം ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൻ്റെ പ്രഭവസ്ഥാനം ഈ ഭാരതത്തിൽ എവിടെയൊക്കെയാണ്? നിശ്ചയമായും ഇതിനെക്കുറിച്ച് പറയാൻ യോഗ്യതയുള്ള, പഠിച്ച ഒരാളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് മാതൃഭൂമിയിൽ നിന്ന് പുറത്ത് പോരേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഈ വിഷയത്തെ പോലുള്ള ഒരു വിഷയത്തെക്കുറിച്ച്, പോലുള്ളത് തന്നെയല്ല, ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പുസ്തകം ഇറക്കുകയും പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഈ രംഗത്ത് വളരെയധികം കാലം പ്രവർത്തിച്ച വ്യക്തിയാണ് മറ്റൊരു വ്യക്തി. ഭാരത ചരിത്രത്തിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുകയും പഠിപ്പിക്കുകയും ചെയ്ത ആൾക്കാർ ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇവിടെ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ പറയുന്ന രീതി വളരെ കുറച്ച് സമയമായിരിക്കും. പിന്നുള്ളത് നമുക്കാണ്, ഈ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്കാണ് ബാക്കി സമയം. സംശയങ്ങൾ ചോദിക്കാം, അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ വീണ്ടും 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 ഒരേ കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ട് സമയം കളയാൻ വേണ്ടിയുള്ള രീതിയിലായിരിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയുന്നവരാണ് കുറേയെല്ലാം. അതുകൊണ്ട് പോയിൻ്റ് മനസ്സിലാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഏതായാലും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നമസ്തേ. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ GK സുരേഷ് ബാബു, ജനം TV സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് സംബന്ധിച്ച ഒരു സംവാദമാണ്. പക്ഷേ ഞാൻ ആ സംവാദത്തിൽ കുറച്ച് വിചാര ബിന്ദുക്കൾ മാത്രമാണ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഗോപാൽജി നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം ഇത് സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് ഭാരതത്തെ വെട്ടിമുറിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ്? ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഒരു മതമാണ്. ഇത് പറയാനുള്ള ചങ്കുറപ്പ് അല്ലെങ്കിൽ ചങ്കൂറ്റം ലോകത്താകമാനമുള്ള ഹിന്ദുക്കൾക്ക് എപ്പോൾ ഉണ്ടാകുന്നോ അന്ന് ഈ പ്രശ്നം തീരും. ഒരു പുസ്തകം മാത്രമേ സത്യമുള്ളൂ, ഒരു പ്രവാചകൻ മാത്രമേ ലോകത്ത്, അദ്ദേഹമാണ് അന്ത്യപ്രവാചകൻ, ഇനി പ്രവാചകനില്ല. ഇപ്പോൾ അടുത്തിടയ്ക്ക് 2 പുസ്തകം വായിക്കാൻ ഇടയായി. അൻവർ ഷേഖിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകം. ഇസ്ലാം എന്നുള്ളത് അത് മതമല്ല, അറബ് സാമ്രാജ്യത്വമാണെന്നുള്ള അൻവർ ഷേഖിൻ്റെ ലോകപ്രശസ്തമായ പുസ്തകം. അദ്ദേഹം കാര്യകാരണ സഹിതം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇസ്ലാം എന്ന അറബ് സാമ്രാജ്യത്വം രൂപപ്പെട്ടത്. ആ അറബ് സാമ്രാജ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും, ലോകം മുഴുവനെയും ഇസ്ലാമികവൽക്കരിക്കുകയും ലോകത്തെ മുഴുവൻ ഒരു മതത്തിൻ്റെയും ഒരു പ്രവാചകൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും, സൗദി അറേബ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെയും കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിനനുസൃതമായ രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അവർ പറയുന്നത് ഭാരതം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പോലും അവരുടെ മതത്തിന് അടിമപ്പെടേണ്ടതാണെന്നും അവരുടെ മതത്തിന് അടിസ്ഥാനമാക്കി ജീവിക്കേണ്ടതാണെന്നും ഉള്ള ചിന്താഗതിയോടെയാണ് ഭാരതത്തെ ലക്ഷ്യമിട്ട് അവർ പ്രവർത്തിക്കുന്നത്. പ്രവാചകനായ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിതാന്ത ശത്രു എന്ന് പറയുന്ന ജൂതന്മാരോട് പോലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ജൂതന്മാരോട് കോംപ്രമൈസ് ചെയ്ത് ജൂതന്മാരുടെ ആധ്യാത്മിക ഗുരു അല്ലെങ്കിൽ അവരുടെ പ്രവാചകനായ യഹോവയെ ഇസ്ലാമിൻ്റെ ആദ്യകാല പ്രവാചകന്മാരിൽ ഒരാളായി അംഗീകരിച്ചുകൊണ്ട് യഹോവയുടെ ക്ഷേത്രം അല്ലെങ്കിൽ പള്ളി രണ്ടും അതിനെ കിബിലയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു നീക്കം മുഹമ്മദ് നടത്തിയിരുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ ജൂതന്മാർ തയ്യാറല്ലാതെ വന്നപ്പോഴാണ് ഈ കിബില ഇപ്പോഴത്തെ കാഅബയിലേക്ക് മാറ്റുന്നതും ആ കാഅബ മാത്രമാണ് കിബില എന്ന രീതിയിൽ പ്രസ്താവന വന്നത്. അപ്പം ഈ കാഅബയുടെ പ്രത്യേകതയും പറയുന്നുണ്ട്. ഇസ്ലാം ഈ മുഹമ്മദ് നബിയുടെ ഗോത്രമായ ഖുറേഷികൾ, ഈ ഖുറേഷികളുടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു കാഅബയിലുണ്ടായിരുന്നത്. കാഅബയിലെ നിരവധി വിഗ്രഹങ്ങൾ. മുഹമ്മദ് നബി 45-ാമത്തെ വയസ്സിൽ വരെ വിഗ്രഹാരാധകനായിരുന്നു. 45-ാമത്തെ വയസ്സിൽ ഈ ആരാധന നടത്തിയിരുന്ന ഈ ഇപ്പോഴത്തെ കാഅബയിലെ ആ വിഗ്രഹം എന്ന് പറയുന്നത് ശിവലിംഗമാണ്. ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം. അപ്പം ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ശാതീരം തുടങ്ങിയ നിരവധി പഴയ പ്രാചീന പുസ്തകങ്ങളിൽ കാഅബയിലെ ശിവലിംഗത്തെക്കുറിച്ചും വിഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാവരും കാഅബയെ നോക്കിയിട്ട്
എല്ലാ ദിവസവും നമാസ് 5 നേരം നിസ്കരിക്കാനും എല്ലാ വർഷവും ഏതെങ്കിലും രീതിയിൽ കഴിവുള്ള എല്ലാ മുസ്ലിങ്ങളും കാബയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നടത്തണം എന്നാവശ്യപ്പെട്ട് കാബയെ ഇതിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയതും ഈ അറബ് സാമ്രാജ്യത്വം എന്ന് പറയുന്ന ബുദ്ധിയുടെ ഭാഗമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ സമുദായത്തിന് മടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പോൾ അലി സിന എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡുകാരനായ വളരെ വിഖ്യാതനായ എക്സ് മുസ്ലിം, അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇസ്ലാം മതം വിട്ടിട്ട് ഈ ഇസ്ലാമിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പഠിക്കുകയും ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2% മുതൽ 5% വരെ ജനസംഖ്യയുള്ള സമയത്ത് ലോകത്ത് ആ നാട്ടിലെ ഏറ്റവും ഭയങ്കര മതേതരവാദികളും ജനാധിപത്യവാദികളും ഏറ്റവും വലിയ എന്താ പറയുക സമാധാന കാംക്ഷികളും സമാധാന പ്രേമികളും ഇസ്ലാമാണ്. 5% മുതൽ 10% അവരെത്തുമ്പോഴാണ് അവർ ഇസ്ലാമിൻ്റെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങും. ന്യൂനപക്ഷ അവകാശങ്ങൾ 10 മുതൽ 20% വരെ എത്തുമ്പോഴാണ് അവർ ശരീഅത്ത് നിയമം തങ്ങളുടെ സമുദായത്തിന് ആവശ്യമാണെന്ന് ആ വാദം ഉന്നയിച്ച് രംഗത്തേക്ക് വരും. പിന്നീട് ഓരോ ഘട്ടമായിട്ട് 90 മുതൽ 100% വരെ ആകുമ്പോഴാണ് ഇസ്ലാമിക രാഷ്ട്രം ആയി മാറുന്നത്. അതുവരെ പിന്നീടുള്ള പ്രവർത്തനം മുഴുവൻ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പീഡിപ്പിച്ച് അവരെ അപമാനിച്ച് അവരുടെ മതവിശ്വാസങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും തകർത്തെറിഞ്ഞ് സ്വന്തം മതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാവോ ആ മുഴുവൻ അവർ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല. ഇത് അലി സിനയുടെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഇസ്ലാമിനെ കുറിച്ചുള്ള അനാലിസിസാണ്. ഇന്ന് ഭാരതത്തിലും ഭാരത ഭൂഖണ്ഡത്തിലും നടക്കുന്നത് അലി സിന പറഞ്ഞ ആ സംഭവമാണ്. 22% മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നത്. ഇന്ന് 7.9%. 0.6% ബുദ്ധ മതവിഭാഗക്കാരും 0.3% ക്രിസ്ത്യാനികളുമാണ് ഇന്ന് ബംഗ്ലാദേശിലുള്ളത്. എങ്ങനെ 22% നിന്ന് താഴ്ന്നു? ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുണ്ട്, വേറെ ആരുടെയും റിപ്പോർട്ട് നോക്കണ്ട. അവിടെ നടത്തിയ മതപീഡനം, അവിടുത്തെ പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോവും. നിർബന്ധിത മതപരിവർത്തനമാണ് ഇസ്ലാമിലേക്ക് നടക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം. ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോഴത്തെ സംഭവത്തിൽ മാത്രം 55 ക്ഷേത്രങ്ങളാണ് തകർത്തത്. ഇത് ഇന്നത്തെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഭാരതത്തിൽ എത്ര രാഷ്ട്രീയക്കാർ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാനെത്തി? നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യം അതാണ്. അവിടെ 90% മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിൽ ഇത് നടക്കുമ്പോൾ 79% ഹിന്ദുക്കളുള്ള ഭാരതത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ട് സംഘടിത രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്ലാമിന് വേണ്ടി അണിനിരക്കുന്ന ചിത്രമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ പരിവർത്തനം കൊണ്ട് നമ്മൾ ആലോചിക്കണം. 1960 ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് സീതി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരനെ സ്പീക്കറാക്കാൻ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നിട്ട് അന്ന് CPM-കാരെന്ന് പ്രചരിപ്പിച്ചത് തൊപ്പി ഊരിച്ച് ഇയാളെ സ്പീക്കറാക്കിയെന്നാണ്. അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തേക്ക് ഇവർ കൊണ്ടുപോയി. ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോയത് ഇവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി സംഘടിത വോട്ട് ബാങ്കായ ഇസ്ലാമിനെ കൂടെ നിർത്തുക എന്നതാണെന്ന് CPM-കാർ കണ്ടെത്തിയത് കൊണ്ടാണ്. അത് വളരെ രസകരമായ ഇഷ്ടം പോലെ തമാശകൾ പോലും വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ആയിട്ട് ചർച്ചയ്ക്ക് EMS കയറി പോകുമ്പോൾ താഴെ നിന്ന് CPM സഹപ്രവർത്തകൻ പറഞ്ഞു കോണി കുലുങ്ങുമെന്ന്. കോണി മുസ്ലിം ലീഗിൻ്റെ ചിഹ്നമാണ്. അപ്പം EMS പറഞ്ഞില്ല, ഞാൻ സൂക്ഷിച്ചു പിടിച്ചോളാം. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് ഇവർ ഈ മുസ്ലിം ലീഗിനെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആളാക്കിയത്. ആലോചിക്കണം.
ഇവിടെ ജവഹർലാൽ നെഹ്റു കന്യാകുമാരിയിലേക്ക് പോകാൻ വന്നപ്പോൾ വഴിയിൽ കണ്ട മുസ്ലിം ലീഗിൻ്റെ കൊടി അഴിച്ചിറക്കി സർദാർ പട്ടേൽ ആ കൊടി അഴിച്ചിറക്കിയതിന് ശേഷമേ സർദാർ പട്ടേൽ കന്യാകുമാരിക്ക് അന്ന് പോയുള്ളൂ. ആ നാട്ടിലാണ് തൊപ്പി ഊരിച്ച് സ്പീക്കറാക്കിയ സ്ഥലത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ വളർച്ച. അത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ചിത്രമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. കരുണാകരന് ഭീഷണി ഉണ്ടായ സമയത്ത് മുസ്ലിം ലീഗിനെ കൂടെ നിർത്താൻ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ 80% വരുന്ന വകുപ്പുകൾ തളികയിൽ വെച്ച് മുസ്ലിം ലീഗിന് കൊടുത്തു. പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങി മൊത്തം ഖജനാവിൻ്റെ 80% വരുന്ന വകുപ്പുകളാണെന്ന് കരുണാകരൻ ഇവർക്ക് കൊടുത്തത്. തൊപ്പി ഊരിച്ചു കൊണ്ടുവന്ന മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറി. ആ രാഷ്ട്രീയ ശക്തി ആയതിൻ്റെ പിൻബലം, അതിൻ്റെ പിന്നിലുണ്ടായ സംഭവങ്ങൾ കൂടി ഒരുപക്ഷെ രാജേഷ് പറയുമായിരിക്കും. അഡാട്ടാബാദിൽ നിന്ന് കൊണ്ടുവന്ന 3 കണ്ടെയ്നർ വരുന്ന കള്ളനോട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താനിടയാക്കിയത്. അന്ന് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരാണ് അതിന് ചരട് വലിച്ചത്. മാത്രമോ കഴിഞ്ഞില്ല. ചേകന്നൂർ മൗലവി എഴുതിയ പുസ്തകം സർവമത സത്യവാദം ഖുറാനിൽ, ആ പുസ്തകം എഴുതിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചേകന്നൂർ മൗലവിയെ കാണാതായത്. അദ്ദേഹം എന്താ എഴുതിയത്? എങ്ങനെയാണോ എല്ലാ മതങ്ങളിലും ഉള്ള സത്യം എന്ന് പറയുന്നത്, അത് എല്ലാ മതങ്ങളിലും ഒരേ പോലെയാണ്. നിങ്ങൾ ഖുറാൻ പ്രചരിപ്പിക്കുന്നത് കാഫിറുകളെ എന്നുവെച്ചാൽ തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവരെ എവിടെ കണ്ടാലും കൊല്ലണമെന്നാണ്. അങ്ങനെ വന്നാൽ മുസ്ലിങ്ങളെയും കൊല്ലണമെന്നാണ് ഈ ചേകന്നൂർ മൗലവി പറഞ്ഞത്. ചേകന്നൂർ മൗലവിയുടെ ഡെഡ് ബോഡി പോലും ഇന്ന് വരെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ചേകന്നൂർ മൗലവി കേസിൽ പ്രതിയായ ആൾക്കാർ കരിപ്പൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ അവസരമൊരുക്കി കൊടുത്തത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരാണ്. അതിലൊരാൾ ഇപ്പോഴത്തെ ഒരു മന്ത്രിയുടെ പിതാശ്രീയായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്ന് ചരട് വലിച്ചതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഒരു കേരളത്തിലെ ആത്മീയ നേതാവിൻ്റെ തിരുവേഷം വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് പിണറായി വിജയൻ ആക്ഷേപിച്ച രാഷ്ട്രീയ നേതാവിൻ്റെ സെക്യൂരിറ്റിക്കാരായിരുന്നു അതിന് ഉത്തരവാദികൾ. എവിടെ എത്ര പേരെ നിയമത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനമാണ് നമ്മളിവിടെ കാണേണ്ടത്. MM ഹസൻ, PC ചാക്കോ മുസ്ലിം ലീഗിൻ്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ കീഴടങ്ങില്ല, ഇസ്ലാമിക പീഡനത്തിന് ഒരു കാരണവശാലും നിന്നു കൊടുക്കില്ല എന്ന് മലപ്പുറത്ത് പോയി പ്രസംഗിച്ച ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ഇന്ന് ഇവർ എവിടെയാ? ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് UDF-ലെയോ LDF-ലെയോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ, അതിനെതിരെ പറയാനും പ്രവർത്തിക്കാനും ചങ്കൂറ്റം കാണിക്കുന്നുണ്ടോ? ആകെ കാണിച്ചത് AK ആൻ്റണി മാത്രമാണ്. AK ആൻ്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നതും അതുകൊണ്ടാണ്. കോട്ടയത്ത് മത്തായി മാഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണത്തിലും കാരൂർ സ്മാരക പ്രഭാഷണത്തിലും ഭൂരിപക്ഷത്തിൻ്റെ ഔദാര്യം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ന്യൂനപക്ഷം ഇന്ന് നേടിയിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന് ആൻ്റണി തുറന്നടിച്ചു. അതിനെ തുടർന്നാണ് ആൻ്റണി ഇവിടുന്ന് പോകേണ്ടി വന്നത്. ഇത് ആലോചിക്കണം. അപ്പം ഈ ഒരു സാഹചര്യമാണ് ഇന്ന് ഭാരതത്തിലുടനീളം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം അതിശക്തമായിട്ട് ഒരു നീരാളി പിടിക്കുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ദേശീയ തലത്തിലും ഇത് തന്നെയാണ്. അപ്പോൾ പുതിയ കഥകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഈ ബംഗ്ലാദേശിലെ സംഭവങ്ങൾക്ക് ചരട് വലിച്ച രാഹുൽ ഗാന്ധിയുടെ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന US-ൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അദ്ദേഹമാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണമാറ്റത്തിനും ഈ ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിലും ചരട് വലിച്ചത്. അതിൻ്റെ കാരണം സെൻറ്റ് മാർട്ടിൻസ് ദ്വീപാണ്. ആദ്യം മാർട്ടിൻസ് ദ്വീപ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് പിന്നീട് സെൻറ്റ് മാർട്ടിൻസ് ദ്വീപാക്കി. ആ ദ്വീപ് എന്ന് പറയുന്നത് 5 രാജ്യങ്ങളിലേക്ക് ഒരേപോലെ ആക്സസ് കിട്ടുന്ന വെറും വളരെ ചുരുങ്ങിയ 3000 പേര് മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ദ്വീപ് പ്രദേശമാണ്.
അതിൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പ്ലേസ് കാരണമാണ് അത് ഏറ്റവും കൂടുതൽ തന്ത്രപ്രാധാന്യം വരുന്നത്. ആ സ്ഥലത്തിന് വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടത് വഴങ്ങാത്തത് കൊണ്ടാണ് ഷേഖ് ഹസീനയെ പുറത്താക്കുന്നത്. ഷേഖ് ഹസീനയോട് നേരത്തെ തന്നെ ഒരുപക്ഷെ റോയിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്ന നിലയിൽ രാജേഷ് അത് മെൻഷൻ ചെയ്യുമായിരിക്കും. ഇത് വളരെ നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ വരാൻ പോകുന്ന അപകടം. ഇപ്പോൾ മാത്രമല്ല, മുജീബ് റഹ്മാനെതിരെ വന്ന പട്ടാള അന്ന് റോയുടെ ചീഫായിരുന്ന ശങ്കരൻ നായർ നേരിട്ട് അവിടെ പോയി പറഞ്ഞതാണ്. എന്നിട്ട് പോലും അന്ന് അതിന് നമുക്ക് നടപടിയെടുക്കാൻ കഴിയാതെ പോയി. പക്ഷെ ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം. കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മുഴുവൻ പേരും ഒറ്റക്കെട്ടായി ഈ സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടി ഇസ്ലാമിക ഭീകരവാദത്തെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ. എന്താണ് വഴി? ആദ്യത്തെ 3 ദിവസം തല്ലുകൊണ്ട് കഴിഞ്ഞപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പം പഠിച്ചു. അവര് വടിയും വാളും ഒക്കെ എടുത്തപ്പോഴാണ് അക്രമം നിന്നത്. തിരിച്ചടിക്കും എന്ന് വന്നാൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് തിരിച്ചടിയുടെ വഴിയാണ്. എവിടൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ അവിടെ മര്യാദയ്ക്ക് നിന്നിട്ടുണ്ട്. ഗുജറാത്തിലായാലും, ഗുജറാത്തില് അയോധ്യയിൽ തീർത്ഥാടനം കഴിഞ്ഞ് വന്ന തീർത്ഥാടകരെ ഒരു കാര്യമില്ലാതെ പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ചിട്ട് കോച്ചില് ആ തീർത്ഥാടകരോടുള്ള ദേഷ്യം കൊണ്ട് ചുട്ടുകൊല്ലുകയായിരുന്നു. അവിടെ തിരിച്ചടി ഉണ്ടായി. അതിനുശേഷം ഇത്രയും കഴിഞ്ഞു, ഇതുവരെ ഗുജറാത്തിൽ ഒരു വംശീയ കലാപം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും നല്ല മാതൃക തിരുവിതാംകൂറായിരുന്നു. ഇവിടെ അക്രമത്തിന് വന്ന ടിപ്പു സുൽത്താനെ അവിടെ പുഴയിലെ അണ ഒഴിച്ച് വൈക്കം പാച്ചുള്ള ആ സൈനികരെ മുഴുവൻ, മൈസൂർ ഇസ്ലാമിക സൈനികരെ മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ടിപ്പു സുൽത്താൻ്റെ കാലും കൂടെ വിട്ടു. എന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് മേത്തമണി സ്ഥാപിച്ചത്. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ തൊപ്പി വെച്ച ഇയാളുടെ ചെകിടത്ത് വന്നൊരു 2 ആട് ഇടിക്കുന്നുണ്ട്. അതൊരു സിംബോളിക്കായിട്ട് അന്നത്തെ മഹാരാജാവ് ചെയ്തതാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ സജ്ജരാകുക മാത്രമേ വഴിയുള്ളൂ. സ്വയം സജ്ജരാകുക. ഇസ്രയേലാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാതൃക. ഇസ്രയേലിൻ്റെ മാതൃക നമ്മൾ പഠിക്കുക. എവിടെ പോയാലും നിങ്ങൾ ആലോചിക്കണം, ഇറാനിൽ ഒരു സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഹമാസിൻ്റെ തലവൻ അവൻ താമസിക്കാൻ പോകുന്ന റൂമിൽ 2-3 ആഴ്ച മുമ്പേ ബോംബ് വെച്ചിട്ട് കൃത്യസമയത്ത് പൊട്ടിച്ച് അവനെ തീർത്തു കളഞ്ഞ ആ ഇസ്രായേലിനെ നമ്മൾ കണ്ടുപിടിക്കണം. അടിയെന്ന് വെച്ചാൽ തിരിച്ചടി കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ പോരാട്ട വീര്യം ഉണർത്തിയാൽ മാത്രമേ നമുക്ക് ഇനി ഹിന്ദുത്വത്തിന് സർവൈവലുള്ളൂ. കഴിഞ്ഞ ദിവസം സായി ദീപകിൻ്റെ വളരെ രസകരമായ പ്രസംഗം കണ്ടു. ഈ നൂറ്റാണ്ടും കൂടെ അപ്പുറം ഹിന്ദുക്കൾ സംഘടിച്ചില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിനപ്പുറത്തേക്ക് ലോകത്ത് ഹിന്ദു സംസ്കാരം ഉണ്ടാകില്ല. ലോകത്തെ ഏറ്റവും അതിശ്രേഷ്ഠമായ 16 സംസ്കാരങ്ങളിൽ ഇനി അവശേഷിക്കുന്ന ചൈനീസ് സംസ്കാരവും ഭാരതീയ സംസ്കാരവും മാത്രമാണ്. ഈ ഭാരതീയ സംസ്കാരം അന്യം നിൽക്കാതിരിക്കണമെങ്കിൽ ഹിന്ദുക്കൾ സംഘടിച്ചേ കഴിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അവർക്ക് വേണ്ടി ഒരു പോരാട്ടത്തിൻ്റെയും അല്ലെങ്കിൽ അവരെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനുമുള്ള ഒരു വേദി നമ്മൾ ഭാരതത്തിലുണ്ടാവണം. ഒരു സംശയവും വേണ്ട. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവിടെ ഹിന്ദുക്കളെ ആക്രമിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്കാരന് തിരിച്ചടി കിട്ടും എന്നുള്ള ഇസ്രായേലിൻ്റെ സംവിധാനം വന്നാൽ മാത്രമേ നമുക്കിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ GK സുരേഷ് ബാബു സർ. അടുത്തതായി മുൻ റോ ഉദ്യോഗസ്ഥൻ, ACV ന്യൂസ് മേധാവി, ജനൻ TV മുൻ ന്യൂസ് മേധാവി, നിലവിൽ തത്വമയി CEO ആണ് ശ്രീ രാജേഷ് പിള്ള, തത്വമയി TV സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ ഇസ്രായേലിനെ പോലെ നമ്മൾ ചെയ്യണം.
നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, ശക്തമായി തിരിച്ചടിക്കണമെന്ന്. എന്തുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മളുടെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ നമ്മളുടേതായ ഉള്ളിലുള്ള ഒരു വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മളൊന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പ്രാഥമിക ആവശ്യങ്ങൾ എന്താണ്? ഈ ഭാരതം പോലെ ഒരു ബഹുസ്വര സമൂഹമാണെന്ന് നമ്മളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. എന്ത് ബഹുസ്വരമാണ്? 80% ഹിന്ദുക്കളാണ്, ഹിന്ദു സംസ്കാരമാണ്. ചൈനയുടെ സംസ്കാരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ചൈന മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്രയും അവിരാമമായി 5000 വർഷം വേറെ ഏത് സംസ്കാരമുള്ളത്? അത് പൂർണ്ണമായും ഹിന്ദു സംസ്കാരമാണ്. ഹിന്ദു സംസ്കാരത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മളുടെ ജനജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളത്. എന്നിട്ടും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് ഇത് ബഹുസ്വരമാണ്. ആയിക്കോട്ടെ, ഈ ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിന് അല്പം സുരക്ഷയുണ്ട്. നമ്മൾക്ക് ഭരണത്തിൽ നമ്മൾക്ക് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നമുക്ക് പങ്കുണ്ട്. നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് എന്താ പറയുക, ഒരു ലാക്സിറ്റി, നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളങ്ങ് റിലാക്സ്ഡ് ആകുകയാണ്. ഈ റിലാക്സേഷൻ അല്ലെങ്കിൽ ഈ മാനസികമായി ഒരു ദയാവായ്പ്, ശത്രുവിനോട് പോലും ഒരു ദയാവായ്പ്, ഇതൊക്കെ നമ്മളുടെ ഒരു ഹിന്ദു നേച്ചറിനകത്തുള്ളതാണ്. ഇസ്രായേലിന് അതില്ല, അല്ലെങ്കിൽ ജൂതന് അതില്ല. കാരണം അവൻ്റെ ജീവിതം അവനെ പഠിപ്പിച്ചത് മറ്റൊരു പാഠമാണ്. നമ്മളുടെ ഒരു വലിയ ഭൂരിപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭാരതത്തിൽ നമ്മളിങ്ങനെ നിലനിൽക്കുന്നത്. ഈ വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോട്ടെ, ഇതിൻ്റെ പകുതിയെ നമ്മളുള്ളെങ്കിൽ ഇന്ന് ഈ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളതിൻ്റെ ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് ബംഗ്ലാദേശ് നമുക്ക് തരുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ്, ഇല്ലേ? നോളേജ് ആൻഡ് റിയലൈസേഷൻ രണ്ടും രണ്ടാണ്. നോളേജ് എല്ലാവർക്കും ഉണ്ടാവും, പല വിഷയങ്ങളെക്കുറിച്ചുണ്ടാവും. പക്ഷേ അതിൻ്റെ ബേസിസിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവായിരിക്കണം നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. ആ തിരിച്ചറിവ് നമുക്കില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ചരിത്രത്തെക്കുറിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. ഹിസ്റ്ററി ഈസ് വെയർ യെസ്റ്റർഡേ മീറ്റ്സ് ടുഡേ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ടുമാറോ എന്നാണ് പറയുക. ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലം വർത്തമാനകാലത്തെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ സന്ധിക്കുന്ന സ്ഥലമാണ്. എന്തിനു വേണ്ടിയാണ്? ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടി. ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടി ഭൂതകാലം വർത്തമാനകാലത്തെ സന്ധിക്കുന്ന സ്ഥലമാണ് ചരിത്രം. നമ്മൾ ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുകയും വർത്തമാനകാലത്ത് അത് ഉൾക്കൊള്ളുകയും ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഭാവി ഇരുളടഞ്ഞതായിരിക്കുമെന്നാണ് അതിൻ്റെ സത്ത. അത് പഠിക്കാതെ പോയ ഒരു ജനതയാണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും. ഞാൻ തെറ്റു പറയല്ല, ശ്രീ സുരേഷ് ബാബു ഇവിടെ പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ റോയലാണ് എന്ന് ഞാൻ അങ്ങനെ ആരോടെയും പറയാറില്ല, അല്ലെങ്കിൽ ആയിരുന്നു എന്ന് ഞാൻ പറയാറില്ല. ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ജൂതന്മാർ ഓരോരുത്തരെയും ശത്രുക്കളെ ഏത് നാട്ടിലും ഏത് പരിതസ്ഥിതിയിലും പോയി കണ്ടുപിടിച്ച് കൊല്ലുന്ന കാര്യം, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിയ ചരിത്രം നമുക്കറിയാം. ജൂതന് പോലും ഇപ്പോൾ ആ ഒരു ചെറിയൊരു റിലാക്സേഷൻ വന്നപ്പോഴേക്കും അവൻ്റെ വീട്ടിനകത്ത് കയറി ആക്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ നേരത്തെ അവരങ്ങനെ ആയിരുന്നില്ല. അവിടെയും നമ്മളെപ്പോലെ തന്നെ വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സാണ് ഉള്ളത്. പല തരത്തിലുള്ള ആൾക്കാരുണ്ട്, പല വിശ്വാസങ്ങൾ, പല രാഷ്ട്രീയ ബോധങ്ങളുള്ള ആൾക്കാരുണ്ട്, ബോധ്യങ്ങളുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആര് ഭരണത്തിൽ വന്നാലും ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന ആ ഏജൻസിയുടെ ഒരു പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാവില്ല. അവരുടെ തീരുമാനം അവരാണ് എടുക്കുന്നത്. അവരുടെ തീരുമാനത്തിനുള്ള ഒരു മാൻഡേറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാൻഡേറ്റ് വേറെ ഒന്നുമല്ല, ഇസ്രായേലിൻ്റെ ശത്രുക്കളെ തല പൊക്കാൻ അനുവദിക്കരുത്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എത്ര ഫണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവില്ല. മനുഷ്യാവകാശ ലംഘനമെന്നൊക്കെ അന്യ രാജ്യങ്ങൾ വിളിച്ചു കൂവിയാലും ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ശത്രുവിനെ അടിച്ചമർത്തുക. ഇതാണ് മൊസാദിന് കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ്. നമ്മുടെ ഇവിടെയോ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒസാമ ബിൻ ലാദനാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ വേണ്ട സകല കാര്യങ്ങളും നമ്മളുടെ ആൾക്കാർ ചെയ്തതാണ്. അയാൾ താമസിക്കുന്ന കറാച്ചിയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള ആർമി ഏരിയയ്ക്കകത്ത് അയാൾ പോകുന്ന ഇതൊക്കെ വർഷങ്ങളെടുക്കുന്ന പരിശീലനവും അല്ലെങ്കിൽ പരീക്ഷണങ്ങളുമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാളെ കൊല്ലാൻ വേണ്ടി എല്ലാം തയ്യാറായി. പല രാജ്യങ്ങളിൽ നിന്ന് പല പാസ്പോർട്ടുകളിൽ 3-4 പേര് ഒരു ടീം കറാച്ചിയിലെത്തിയതാണ്.
ഇന്ത്യൻ പാസ്പോർട്ട് ഒരാൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. പല പാസ്പോർട്ടുകളിൽ പല രാജ്യങ്ങളിൽ നിന്നെത്തുന്നു, ഒരു സ്ഥലത്ത് സന്ധിക്കുന്നു, ഇവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇവർ അവിടെ നിന്ന് ഉച്ച സമയത്ത് ഈ ദാവൂദ് ഇബ്രാഹിം അടുത്ത മസ്ജിദിലേക്ക് പോകുന്ന സമയത്ത് ഇയാളെ വെടിവെക്കേണ്ട സ്പോട്ട് വരെ അവർ നിശ്ചയിച്ചതാണ്. എല്ലാമായി റെഡിയായി നിൽക്കുമ്പോൾ 3/4 മണിക്കൂർ മുമ്പാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കിട്ടുന്നത്, ഓപ്പറേഷൻ നിങ്ങൾ അബോർട്ട് ചെയ്യുകയാണ്. അബോർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി അന്വേഷിച്ചു, എനിക്കത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആ നിർദ്ദേശം കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അത് ചെയ്യില്ല. കാരണം എത്ര വർഷത്തെ എത്ര മാസങ്ങളുടെ പ്രിപ്പറേഷനായി ഇതെന്നറിയോ. എന്നിട്ട് ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പിന്നെന്താ കൊല്ലാഞ്ഞോ എന്ന് ചോദിച്ചാൽ, ഒരേ സ്ഥലത്ത് ഇതേപോലെ ഇയാൾ ഇത് എക്സ്പോസ്ഡ് ആയിപ്പോയി. അത് കഴിയുമ്പോൾ വീണ്ടും ഇയാളെ കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം അയാളുടെ സെക്യൂരിറ്റിയൊക്കെ അപ്പോഴേക്കും മറ്റൊരു തലത്തിലേക്ക് മാറും. ഞാനീ പറഞ്ഞത് നമ്മൾക്ക് വളരെ ഡിസിസീവായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളില്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ എപ്പോഴും തലപൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മളുടെ ഒരു ഹിന്ദു ബോധം അത് നമ്മളുടെ ഒരു വീക്ക്നെസ് കൂടിയാണോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട്. ആ അഗ്രസീവ്നെസ് കാണിക്കേണ്ടടുത്ത് നമ്മൾ കാണിക്കാറില്ല പലപ്പോഴും. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്ന ഒരല്പം വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ എല്ലാവർക്കും യോജിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ സംവാദം നടത്തുന്നത്. ഒന്ന്, എനിക്ക് തോന്നുന്നത് ഈ ഒരു വലിയ കൂരിരുട്ടിലും ഞാൻ ഇതിലൊരു 3 പോസിറ്റീവ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ആ 3 പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, തീർച്ചയായിട്ടും ഈ ടൂൾ കിറ്റ് സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കൃത്യമായ സ്ക്രിപ്റ്റോടുകൂടി ക്ലൈമാക്സ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച സമരങ്ങൾ ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശ് സമരത്തിൻ്റെ ഒരു പ്രധാന ഗുണവശം. കാരണം ഇന്ത്യയിൽ 2ഉം 3ഉം പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ട ഒരു സമരം അതേ സ്ക്രിപ്റ്റിൽ ഓടിയ സിനിമയാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത്. ഇത് നാളെ വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവരാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും, ശ്രമം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇത് ഒരു ടൂൾ കിറ്റ് സമരമാണ്, ഇത് കൃത്യമായ പദ്ധതിയോടെ നടപ്പാക്കിയ സമരമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് ലോകത്തിന് ബോധ്യമായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പല ആൾക്കാരുമുണ്ട്, പല സംഘടനകളുണ്ട്, പല അച്ചുതണ്ടുകളുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നിങ്ങളൊന്ന് നോക്കുക, ഇന്ത്യയിൽ ഈ സമരത്തെക്കുറിച്ചുള്ളത് ഞാൻ വരാം. ബംഗ്ലാദേശിലെ ഈ സമരം നിങ്ങളൊന്ന് നോക്കുക. ആദ്യം വളരെ ന്യായമെന്ന് തോന്നുന്ന ഒരാവശ്യം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു വിചാരത്തിനും ചിന്തയ്ക്കും വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. കേൾക്കുന്നവരെല്ലാം ഇത് വളരെ കറക്റ്റാണല്ലോ, ഈ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. അത് കഴിയുമ്പോൾ പെതുക്കെ ആ വിഷയത്തിൽ ഒരു സമരം തുടങ്ങുന്നു. മിക്കവാറും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായിരിക്കും ആ സമരം തുടങ്ങുന്നത്. ആദ്യമൊക്കെ ചെറിയ അവിടെ ഇവിടെയും കൂട്ടായ്മകളുടെ സമരമായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് #ക്യാമ്പയിൻസ് നടത്തുന്നു. ഇത് ഒരു ലെവൽ അങ്ങോട്ട് മൊമെൻ്റമായി കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം വരും, അല്ലെങ്കിൽ പ്രതികരിച്ചേ മതിയാവൂ എന്നുള്ള ഒരു സ്ഥിതി വരുമ്പോൾ സർക്കാർ പ്രതികരിക്കും. ആ പ്രതികരണം കിട്ടുന്ന സമയത്ത് ഈ സമരം നേരെ വയലൻ്റായി മാറുന്നു. വലിയ തോതിൽ വയലൻസ് നടക്കുന്നു, അക്രമം ഉണ്ടാക്കുന്നു ഈ കുട്ടികൾ അക്രമം ഉണ്ടാക്കുമ്പോൾ സർക്കാരിന് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. സർക്കാർ തിരിച്ചടിക്കുമ്പോൾ രക്തസാക്ഷികളെയാണ് ഇവർക്ക് വേണ്ടത്. കൃത്യമായി രക്തസാക്ഷികൾ സപ്ലൈ ചെയ്യപ്പെടുന്നു. ഈ രക്തസാക്ഷികളെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമരം വിജയിച്ചു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഈ സമരത്തിൻ്റെ സ്പീഡും രീതികളും മാറുകയാണ്, വലിയ തോതിൽ മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, സമരം ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിന് ചില മുഖങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടും. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലാണെങ്കിൽ നബീദ് ഇസ്ലാം എന്ന് പറയുന്ന ആരും കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഈ സമരത്തിൻ്റെ ഫേസായിട്ട് മാറി. # ക്യാമ്പയിനുകളിലൊക്കെ സമരത്തിന് വലിയ തോതിലുള്ള പോസ്റ്ററുകൾ, വലിയ തോതിലുള്ള സ്ലോഗൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നു. കൂട്ടത്തിൽ ഈ സമരത്തിന് കൃത്യമായിട്ട് ഒരു ഫേസിനെ കൊണ്ടുവരുന്നു. ബംഗ്ലാദേശിൽ ഒരു ഫേസ് അല്ല, അത് കഴിഞ്ഞപ്പോൾ അത് മുഹമ്മദ് യൂനസിലേക്കും കൂടി മാറി.
ഇങ്ങനെ ഒരു സമരം അതായത് ഈ വലിയ കൊലപാതകങ്ങളും വലിയ രക്തസാക്ഷികളുടെയൊക്കെ പേര് പറഞ്ഞ് ഈ സമരം അങ്ങോട്ട് ഇങ്ങനെ അവസാനം ഇത് അട്ടർ കാവോസിലേക്ക് വഴുതി വീഴും. കാവോസ് ആവുമ്പോൾ വലിയ തോതിലുള്ള അസ്ഥിരതയായി കഴിയുമ്പോൾ ആൾക്കാർ ഭരണാധികാരിയുടെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കും, മറ്റു കാര്യങ്ങളെല്ലാം നടക്കും, അവസാനം ഭരണ നേതൃത്വം മാറുകയും ചെയ്യും. ഇത് വളരെ കൃത്യമായി പ്ലാൻഡായിട്ടുള്ള ഒരു നാടകമാണ്. നാടകം ഇൻ ദ സെൻസ് അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഈ സമരത്തെ നേരെ എടുത്ത് കർഷക സമരവുമായിട്ടോ ആൻറ്റി CAA സമരവുമായിട്ടോ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. ഇതേ കാര്യങ്ങൾ അവിടെയും ഉണ്ട്. ആദ്യം ആവശ്യം, ഇപ്പോൾ ബംഗ്ലാദേശിലെ ആവശ്യം വളരെ ന്യായമായ ആവശ്യമായിരുന്നു. കുട്ടികളുടെ 30% റിസർവേഷൻ കൊടുത്തത് അതെടുത്ത് കളയണമെന്ന് പറഞ്ഞു. അതെടുത്ത് കളയണം. ഇത് ശരിക്കും ഷെയ്ഖ് ഹസീനയുടെ ആവശ്യം അത് തന്നെയായിരുന്നു. 2018 അവരെടുത്ത് കളഞ്ഞതാണ്. എന്നിട്ട് കോടതിയിൽ പോയിട്ടാണ് ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്ത്. ഹസീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് ഈ സമരക്കാർക്ക് അറിയില്ലേ? പക്ഷേ ആ സമരം വളരെ കൃത്യമായിട്ട്, ഞാൻ ഇതിനിടെ പറയാൻ ഒരു പോയിന്റ് വിട്ടുപോയത് ഞാൻ പറയാം. ഈ സമരത്തിനിടയിൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഭരണാധികാരിയെ മാറ്റുക എന്നുള്ള ആവശ്യം കൂടെ വരും. ഭരണാധികാരി ഏകാധിപതിയാണ്, രാജ്യത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ള വ്യാപകമായ ക്യാമ്പയിൻ അതും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടായി. അവരുടെ കയ്യിലിരിപ്പുണ്ട് കുറേ കാര്യങ്ങൾ, അത് വേറെ. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായി അങ്ങനെ ഒരു ക്യാമ്പയിൻ. അതേ സാധനമല്ലേ ഇവിടെ നടന്നത് ഫാമേഴ്സ് നമ്മളുടെ കർഷക സമരത്തിൽ. കർഷകർ സമരം എന്ന് പറയുമ്പോൾ മണ്ഡി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷേ ഈ മണ്ഡി വിൽപ്പന എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾക്കത് തടയാൻ പറ്റില്ല, പഞ്ചാബിൻ്റെ എക്കോണമി തകരുമെന്നൊക്കെ പറഞ്ഞ് കർഷകരെ വൻതോതിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവരെ സമരരംഗത്തിറക്കിയത്. അവസാനം സമരരംഗത്തിറക്കി ഒരു ലെവൽ കഴിഞ്ഞു, വലിയ തോതിൽ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടക്കുന്നു, ഇൻ്റർനാഷണൽ സപ്പോർട്ട് ലഭിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അമൃത്പാൽ സിംഗ് എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ നിർത്തുന്നു. അവൻ ഭിന്ദ്രൻവാലയുടെ അവതാരമാണ് എന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നു. അമൃത്പാൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ അവതാരമാണ്, രണ്ടാമത്തെ അവതാരമാണ്. അമൃത്പാൽ സിംഗ് കിട്ടുന്ന എല്ലാ ഇൻ്റർനാഷണൽ മീഡിയയിലും നാഷണൽ മീഡിയയിലും മോദി ഏകാധിപതിയാണ്, മോദി ഭരണഘടനയെ അട്ടിമറിക്കാൻ പോവുകയാണെന്ന് അയാൾ പറയുന്നു. ഖാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ വിദേശ ഏജൻസികളോട് പറയുന്നു. ഈ തരത്തിൽ അമൃത്പാൽ സിംഗ് അത് കഴിഞ്ഞിട്ട് റെഡ് ഫോർട്ടിൽ ദേശീയ പതാക താഴെ ഇട്ടിട്ട് ഇവന്മാരുടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തി. അന്ന് അവർ പ്രതീക്ഷിച്ചത് വൻതോതിലുള്ള അക്രമമാണ്. അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ തിരിച്ചടിക്കുക, രക്തസാക്ഷികൾ ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. പക്ഷേ നമ്മുടെ എന്തുകൊണ്ടോ മോദി സർക്കാരിന് അതിൻ്റെ കൃത്യമായ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മോദി ആ സമരത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുകയാണ് ചെയ്ത്. അദ്ദേഹം ഫാമേഴ്സ് ഒരിക്കലും ചെയ്തിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്ന ഒരു നിയമങ്ങളും അദ്ദേഹം മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരടി പിന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്ത് വളരെ പെട്ടെന്ന് ആ സമരം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ തണുപ്പിക്കാനോ ശ്രമിച്ചു. എന്നിട്ടും ആ സമരം തണുത്തോ? ഇല്ല. ഇപ്പം ബംഗ്ലാദേശിൽ സുപ്രീം കോടതിയുടെ ഈ റിസർവേഷൻ ഇഷ്യൂ സുപ്രീം കോടതി 6 ദിവസം കഴിഞ്ഞപ്പോൾ അത് എടുത്തു മാറ്റി. എന്നിട്ടും ആ സമരം തീർന്നോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെ നടന്നത്. ട്രാക്ടറുകളൊക്കെ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ട്രാക്ടറുകളൊക്കെ പാറ്റൺ ടാങ്ക് പോലെ വെൽഡ് ചെയ്ത് ട്രാക്ടറിന് അകത്തേക്ക് പോലീസിൻ്റെ ലാത്തിയോ പോലീസിൻ്റെ കല്ലേറോ ഒന്നും വരാത്ത രീതിയിൽ ട്രാക്ടറുകളെ ഏതാണ്ട് പാറ്റൺ ടാങ്ക് പോലൊക്കെ ആക്കിയാണ് ഇവിടെ കർഷകർ സമരം ചെയ്ത്. ഏത് കർഷകനാണ് ഇങ്ങനെ പാറ്റൺ ടാങ്ക് പോലെ ട്രാക്ടറുകളെ മാറ്റുന്നത്? ഇതൊക്കെ വളരെ കൃത്യമായി സ്ക്രിപ്റ്റഡാണ്. അമൃത്പാൽ സിംഗ് ഇറക്കുമതിയാണ്. അപ്പോൾ ഇത് ഭാരതത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ഒന്നാമത്തെ ഒരു ഉദാഹരണമല്ല. ആൻറ്റി CAA പ്രൊട്ടസ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല, സമയക്കുറവ് കൊണ്ട്. ഇതിനൊക്കെ മുമ്പ് വേറൊരെണ്ണം നടന്നിട്ടുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഓർക്കും. ജല്ലിക്കെട്ട് സമരം 2017 മറീന ബീച്ചിൽ ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് ജല്ലിക്കെട്ട് സമരം നടന്നപ്പോൾ ആ സമരം യഥാർത്ഥത്തിൽ സ്പോണ്ടേനിയസ് ആയിരുന്നു. അത് ജല്ലിക്കെട്ട് നമ്മളുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ്, നിലനിർത്തണമെന്ന് പറഞ്ഞ ആൾക്കാർ ചേർന്നപ്പോൾ അതിനിടയിൽ ഇവരുടെ ആൾക്കാർ നുഴഞ്ഞു കയറി അത് മോദിക്കെതിരെയാക്കാൻ ഒരു ശ്രമം നടത്തിയത് അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. US കോൺസുലേറ്റിലെ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരൊക്കെ ഈ സമരക്കാരുമായി ബന്ധപ്പെടുന്നു എന്ന് അന്ന് തന്നെ വാർത്തകൾ വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഉപയോഗിച്ചുകൊണ്ട്
ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തെ പോലും മറിച്ചിടാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായ ഒരു സത്യമാണ്. അത് ആണ് ഭാരതത്തിൽ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ അവസ്ഥ ലോകത്തിന് മനസ്സിലായി എന്നുള്ളതാണ് രണ്ടാമത്തെ നല്ല പോയിൻ്റ് എന്ന് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിലെ ഹിന്ദുക്കൾ, പഞ്ചാബാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബ്രണ്ട് എടുത്തത് ഈ ഡിവിഷൻ്റെ. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോയ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ. അവരുടെ ദുരിതം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 1903 ബംഗാൾ ഡിവിഷൻ മുതൽ 47 പാർട്ടീഷൻ തൊട്ട് പിന്നെ 71 വാറ്, ഈ സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ്. ഞാൻ ഈ ഇൻ്റലിജൻസിലായിരുന്നപ്പോൾ 4 വർഷത്തോളം ഞാൻ നോർത്ത് ഈസ്റ്റിൽ ജോലി ചെയ്ത ആളാണ്. അസാമിലും ബംഗാൾ ആ ബോർഡറിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അന്ന് പല ആൾക്കാരെ എനിക്ക് കാണാൻ ഇട വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് ജോലിക്ക് വരുന്ന ഒരു ആളുണ്ടായി. 92 ആ കാലഘട്ടത്തിലാണ്. ഒരു സ്ത്രീ, വളരെ മെല്ലിച്ച് ഉണങ്ങി പട്ടിണി കോലം എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയും അവരുടെ ഒരു നെൽക്കതിര് പോലെ ഇത്രയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയും, ഇവർ രണ്ടുപേരും കൂടെ വരുന്നത്. ഇവർ നമ്മുടെ മുഖത്ത് നോക്കത്തില്ല, വേറെ ഒന്നും എന്താ പറയുന്നത്, ഒരക്ഷരം മിണ്ടത്തില്ല. അവർക്ക് ബംഗാളി അല്ലാതെ വേറൊന്നും അറിയില്ല. അപ്പോൾ ഒരു ദിവസം പതിവില്ലാതെ ഇവർ എൻ്റെ അടുക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു, എന്നെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു ശമ്പള കൂടുതൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, 25 രൂപയാണ് അവർക്ക് ശമ്പളം കൊടുത്തിരുന്നത്. 5 രൂപയുടെ എക്സ്ട്രാ വേണം എന്ന് പറയാനാണ് അവരെന്നോട് ശ്രമിക്കുന്നത്. അതായത് 30 രൂപ അടുത്ത മാസം തൊട്ട് തരണം എനിക്ക്. ബംഗ്ലാദേശി ഹിന്ദുവാണ് ആ സ്ത്രീ. 1990 ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൽ സകലതും നഷ്ടപ്പെട്ട് ഭാരതത്തിലേക്ക് ഓടിക്കേറിയ ആളാണ്. ഞാൻ പിന്നീട് അവരുടെ ഭർത്താവിനെ അന്വേഷിച്ചു പോയി, അങ്ങനെ കണ്ടു, സംസാരിച്ചു. അന്ന് 1980 മുതൽ 90 വരെ ബംഗ്ലാദേശി ഹിന്ദുക്കൾ അവിടെ നേരിട്ട കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു അന്തവും ഇല്ല. നമുക്കാർക്കും അതറിയില്ല, നമ്മളാരും അതറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം കൊണ്ടും കൂടെ ആയിരിക്കാം. അന്ന് ആ കലാപത്തിൽ ഓടി വന്ന ആളാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സുരേഷ് പറഞ്ഞു. ഞാൻ ആ പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ ആ പേര് ഞാൻ പറയാം. ഷെയ്ഖ് ഹസീനയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഏകാധിപത്യ സ്വഭാവം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ ദേശീയവാദിയായിരുന്നു. അവർക്ക് നാഷണൽ ഇൻട്രസ്റ്റ് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട. അവർ യഥാർത്ഥത്തിൽ അവരുടെ ഭരണകാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏറ്റവും കൂടുതൽ നടപടിയെടുത്ത ഒരു സ്ത്രീയാണ് അവർ. ബംഗ്ലാദേശിലെ ചില കോടതികളും അങ്ങനെ ശക്തമായി നടപടിയെടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. അയാളുടെ മേലിലുള്ള കുറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. 50 പേരെയാണ് അയാൾ കൊന്നുകളഞ്ഞ്, 50 ഹിന്ദുക്കളെയാണ് അയാൾ കൊന്നുകളഞ്ഞ് ഒരൊറ്റ സംഭവത്തിൽ. ആ മനുഷ്യൻ നേരിട്ട് ഹിന്ദുക്കളുടെ ഭൂമിയും സ്വത്തും തട്ടിപ്പറിക്കുന്നു എന്നുള്ളതായിരുന്നു അയാളുടെ പേരിലുള്ള രണ്ടാമത്തെ കുറ്റം. മൂന്നാമത്തെ കുറ്റം ഫോഴ്സ്ഡ് കൺവേർഷൻ. ഈ 3 കുറ്റങ്ങളിലും അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. വൻതോതിൽ വലിയ കലാപങ്ങളുണ്ടായി. 50 ഹിന്ദു ക്ഷേത്രങ്ങൾ ചിറ്റഗോങ് മേഖലയിൽ മാത്രം നശിപ്പിക്കപ്പെട്ടു. 150ഓളം വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചു. പിന്നെ ബംഗ്ലാദേശിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു വെസ്റ്റഡ് പ്രോപ്പർട്ടി ആക്ട് എന്നും പറഞ്ഞ് വളരെ ഡ്രാക്കോണിയനായിട്ടുള്ള ഒരു ലോ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളുടെ ഭൂമി നിരന്തരം, അതായത് ഒരു കലാപമുണ്ടായി ഒരുത്തൻ 10 ദിവസത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് പോയാൽ തിരിച്ചയാൾ വരുമ്പോൾ അയാളുടെ ഭൂമിയും സ്വത്തും വല്ലവനും എടുത്തിട്ടുണ്ടാവും. മിക്കവാറും പള്ളിയാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം കയറി താമസിക്കുകയായിരിക്കും. ഇങ്ങനെ സകല രീതിയിലും ഈ 47 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള അക്രമങ്ങളുടെ കാര്യം പറയുന്നത്. 80 തൊട്ട് 90 വരെയുള്ള ആ 10 വർഷം ഭീകരമായിരുന്നു. അതിനുശേഷവും നിരവധി ആക്രമണങ്ങൾ, ഇതിന് ശേഷം 2007 ഒക്കെ വലിയ തോതിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാവപ്പെട്ടവരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ബംഗ്ലാദേശിലുണ്ടായിരുന്ന വിദ്യാഭ്യാസവും സാമൂഹിക വ്യവസ്ഥയിൽ അല്പം ഉയർന്നു നിൽക്കുന്നവരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നു. അവിടെ ബാക്കി കിടക്കുന്നത് പാവപ്പെട്ട ദളിത് ഹിന്ദുക്കളാണ്. അവരുടെ മേലാണ് ഈ കുതിര കയറുന്നത്. എല്ലാ അർത്ഥത്തിലും ഹിന്ദുക്കളുടെ അവസ്ഥ വളരെ മോശമാണ് അവിടെ. അതിന് ഒരു അന്താരാഷ്ട്ര
ശ്രദ്ധ കൊടുക്കാൻ ഈ സംഭവങ്ങൾ ഒരു കാരണമായി. ഇതാണ് ഞാൻ രണ്ടാമത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നത്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു പ്രൊഫസറുടെ, അയാൾ സാധാരണഗതിയിൽ എല്ലാ അർത്ഥത്തിലും ഇത് പറയുന്ന ആളാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളാണ്. ഒരു ബാനർജി എന്നോ മറ്റോ ആണ് അങ്ങേരുടെ പേര്, ഞാൻ എഴുതിയിട്ടായിരുന്നു, പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ അങ്ങേര് പറയാണ്, അങ്ങേര് ഇവിടെ അസാംകാരനാണ്, അയാൾ മുംബൈ IITയിൽ PhD സാറാണ്. അയാളിപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ എൻ്റെ രാജ്യം എത്ര മഹത്തരമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ധാക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഐ ആം സേഫ് നൗ, ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ബിലവഡ് ഈസ് മൈ കൺട്രി എന്നയാൾ എഴുതിയിരിക്കുക. അപ്പോൾ ഇവനൊക്കെ തലയ്ക്ക് ബോധം ഉദിക്കണമെങ്കിൽ അന്യ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. മൂന്നാമത്തെ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം, അത് സുരേഷ് ചേട്ടനും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. ഒരു പക്ഷേ ഈ ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന ഈ ക്രൈസിസ് സൗത്ത് ഏഷ്യയിൽ തന്നെ നമ്മൾക്കൊരു ഗുണകരമായ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം ബംഗ്ലാദേശ് ഹാസ് ഗോൺ ടു ഡോഗ്സ്. ഒരു ഉറപ്പ് പറയാം, ബംഗ്ലാദേശിൽ ഇനിയും കുറേ കാലം രാഷ്ട്രീയ അസ്ഥിരതയും വലിയ തോതിൽ അക്രമവും നടക്കാൻ പോവുകയാണ്. കാരണം ഒരു വശത്ത് അമേരിക്കയുണ്ട്, ജോർജ് സോറോസ് ഉണ്ട്, മുഹമ്മദ് യൂനിസിനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ റോക്ക്ഫെൽ ഫൗണ്ടേഷനും ഫോർഡ് ഫൗണ്ടേഷനും അതിൻ്റെയൊക്കെ പിന്നിൽ CIA ഉണ്ട്. ഇവരാണ് ബംഗ്ലാദേശ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ചൈന കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പോകുന്നില്ല, ചൈനയും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ വാറിനിടയിൽ ഇന്ത്യ സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് വളരെ കറക്റ്റാണ്, കയ്യും കെട്ടി നോക്കിയിരുന്നാൽ മതി. കാരണം സിറ്റുവേഷൻ അത്ര ഫ്ലൂയിഡ് ആയതുകൊണ്ട്. പക്ഷേ ആ സിറ്റുവേഷനിൽ ചൈന ഇനിയും ഭാരതത്തിനെതിരെ ഈ അവസ്ഥയിൽ വലിയ അതിക്രമങ്ങൾക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വാദം വരുന്നുണ്ട്. അത് ഒരു പക്ഷേ അത് ശരിയാണെങ്കിൽ അത് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക്കായിട്ട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പേര് ബിശ്വപ്രസൂൻ ചാറ്റർജി എന്നാണ്. അദ്ദേഹം IIT മുംബൈയിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയോ മറ്റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചാണക്യൻ വളരെ വർഷങ്ങൾ മുമ്പ് ഇല്ലേ 3000 BC-യിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ 4 അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയണമെന്നാണ് പറയുക. 1 ഇൻറ്റേർണൽ ത്രെഡ്സ്, 2 എക്സ്റ്റേണൽ ത്രെഡ്സ്, 3 ഇൻറ്റേർണലി ഇൻഫ്ലുവൻസ്ഡ് എക്സ്റ്റേണൽ ത്രെഡ് ആൻഡ് എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ്ഡ് ഇൻറ്റേർണൽ ത്രെഡ്സ്. ഈ 4 കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളും അവരുടെ നിലനിൽപ്പിന് നോക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടും ഇങ്ങനെ തീയും പുകയും ഒക്കെ ഉയരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ നിൽക്കണം. അതിൻ്റെ ആവശ്യകത ഒന്നുകൂടി ഊന്നി പറയുന്നതാണ് ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ. നമസ്കാരം. അടുത്തതായി ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണൻപോറ്റി, ബ്രാഹ്മിൺ സർവീസ് സൊസൈറ്റി അധ്യക്ഷൻ, സാറിനെ ക്ഷണിക്കുന്നു. എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാവരും വ്യക്തതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ കലാപവും ഇന്ത്യൻ രാഷ്ട്രീയവും എന്നൊരു ചർച്ചാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ സുരേഷ് ബാബു സാറ് പറഞ്ഞതുപോലെയും അല്ലെങ്കിൽ തത്വമയി TV-യുടെ രാജേഷ് പിള്ള അദ്ദേഹം പറഞ്ഞതുപോലെയും വേണ്ട രീതിയിൽ ഹിന്ദുക്കളുടെ ശ്രദ്ധ എവിടെയാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഏതൊരു രാജ്യത്താണെങ്കിലും ഹിന്ദുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും കാലത്ത് ഹിന്ദു എന്നുള്ള എഴുത്ത് പോലും മാറി ജന്തു ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ചർച്ചാ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം ഞാൻ പറയാറുള്ളതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കും കർമ്മ ചാനലിൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ സംസാരിച്ചതിനെതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. കാര്യം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തെക്കുറിച്ച് അവിടെയും ഞാൻ അഭിസംബോധന ചെയ്ത് തന്നെയാണ്, സഹോദരങ്ങളെന്ന് തന്നെ അഭിസംബോധന ചെയ്ത് തന്നെയാണ് അന്നും സംസാരിച്ചത്. കാര്യം അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും ഹിന്ദുക്കളിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളും. കാര്യം തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ ഇവിടെ മുന്നേ സൂചിപ്പിച്ച പോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ, 55ഓളം ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, ആരാധനാലയങ്ങൾ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഹൈന്ദവ സംസ്കാരത്തിനെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാവുന്നൊരു വ്യവസ്ഥിതിയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുംകാലത്ത് നമ്മൾ ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ ഹിന്ദുവും പേടിക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ഹൈന്ദവ ശക്തിയെയും ഇല്ലെ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിലനിർത്താനായിട്ട് ഏത് രീതിയിലും
ശക്തിയോടുകൂടി പ്രതികരിക്കുക, ഇല്ലെങ്കിൽ മുന്നോട്ട് പോവുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ഒത്തൊരുമയില്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഹിന്ദുക്കളുടെ എവിടെയാണെങ്കിലും അത് തന്നെയാണ്. ഇന്ന് ബംഗ്ലാദേശിലെ വിഷയം എടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും പറയേണ്ടത് അവിടെ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെയുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. നമ്മുടെ രാജേഷ് അദ്ദേഹം പറഞ്ഞതുപോലെ കാര്യം നേരത്തെ ഇത് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും വേണ്ട കാര്യങ്ങൾ ശക്തിയോടുകൂടിയും ബുദ്ധിയോടുകൂടിയും നടപ്പിലാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രക്തസാക്ഷികൾ എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അത് ഹിന്ദുക്കൾ തന്നെ ആവുന്നൊരവസ്ഥ വന്നു. തീർച്ചയായിട്ടും ഇന്ന് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാര്യം പറയേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇവിടെ എനിക്ക് മുന്നേ പറഞ്ഞവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഇനിയെങ്കിലും ഹിന്ദുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഹൈന്ദവ ശക്തികൾ എന്തായാലും വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രതികരണശേഷി അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും ഒന്നും തന്നെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ഒരു പ്രതികരണം ബംഗ്ലാദേശിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇല്ല പ്രതിഷേധം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഹൈന്ദവ ശക്തികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണൻപോറ്റി. അടുത്തത് പൊതുചർച്ചയാണ്. വേദിയിലിരിക്കുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനായി ചോദ്യം ചോദിക്കുന്നവർ ദയവായി വേദിയിലേക്ക് കടന്നു വരിക. പുറത്തു വന്നപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊരു, അതിൻ്റെ പേര് മണി ശാല ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊരു വാക്ക് പലരും പറഞ്ഞിരിക്കാം. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് വിഷയം വന്നപ്പോൾ അത് വളരെ പ്രബലമായി. അപ്പോൾ അത് വളരെ കൂടുതലായിരുന്നു ബംഗ്ലാദേശിൽ. അപ്പോൾ അതുപോലെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒരു രാജ്യത്ത് കൂടുന്നത് തെറ്റാണോ ശരിയാണോ? ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടിയപ്പോൾ കമ്മ്യൂണിസം ഇല്ലാതായി. അതുപോലെ ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുമ്പോൾ അവിടെയും പ്രശ്നമാണ്. അപ്പോൾ ചില പ്രത്യശാസ്ത്രങ്ങൾക്ക് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുന്നത് ഒരു വലിയ അപകടമായി മാറുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടണോ കുറയ്ക്കണോ? നമ്മൾ ചിലപ്പോൾ ഇന്ത്യക്കകത്ത് കുറച്ച് ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടിപ്പോയോ എന്നൊരു ചെറിയ സംശയം. 2004 നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ ഹാപ്പിനെസ് ശകലം കുറവായിരുന്നു. അപ്പോൾ അന്ന് 284 സീറ്റ് കിട്ടിയപ്പോൾ വീണ്ടും അദ്ദേഹം വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കി ഈ ജനതയ്ക്ക്. അപ്പോൾ 2014 വന്നപ്പോൾ 303 സീറ്റ് കിട്ടി. വീണ്ടും ഹാപ്പിനെസ് കൂട്ടി. എല്ലാവർക്കും ഗ്യാസ് കൊടുത്തു, വെള്ളം കൊടുത്തു, അരി കൊടുത്തു, തുണി കൊടുത്തു, ഗ്യാസ്, മറ്റേ കൊറോണയ്ക്ക് വാക്സിൻ കൊടുത്തു, എന്തൊക്കെയോ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെല്ലാം വളരെ ഹാപ്പിനെസ് ഇങ്ങനെ കൂടി വന്നപ്പോൾ ആ ഇൻഡെക്സ് കൂടിയപ്പോൾ ജനം ഹാപ്പിനെസ് കൂടിയപ്പോൾ വീണ്ടും നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുക്കുന്നില്ല, കുറഞ്ഞു. അപ്പോൾ എപ്പോഴും ഈ ജനം ഒരു പ്രത്യേക സംഗതി, ഒരു എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അവർക്ക് എന്തെങ്കിലും ആവശ്യം വേണം. പണ്ട് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് റോട്ടി കപ്പടാ ഓർ മക്കാൻ എന്ന് നെഹ്റു പറഞ്ഞു, ഇന്ദിരാഗാന്ധി പറഞ്ഞു, ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞു, അനുഷ്ഠ പലരും പറഞ്ഞു, ആഹാരം, വസ്ത്രം, പാർപ്പിടം. അവർ കൊടുത്തിട്ടേ ഇല്ല. പക്ഷെ അവർ എത്രയോ വർഷം അധികാരത്തിരുന്നു, 65 വർഷം സുഖമായിട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം തരും എന്ന് പറയുകയും അതോടൊപ്പം കൊടുക്കാതിരിക്കുകയും ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് കുറച്ച് നിർത്തുമ്പോഴാണ് ഒരു പാർട്ടിക്ക് അധികാരം കിട്ടുന്നത്, അവർ നിലനിന്നത്. അത് കൂടിക്കഴിഞ്ഞാൽ ഈ ജനത ഒരു പ്രത്യേക രീതിയിൽ, ഇപ്പോൾ ഗോർബച്ചേവ് വന്നത് ഇവിടെ എന്തുകൊണ്ടാണ്? ഗോർബച്ചേവ് അധികാരത്തിൽ വന്നു. ഞാൻ ചോദ്യം ചോദിക്കാൻ പറഞ്ഞ് പ്രസംഗിക്കപ്പെടുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സ് തെറ്റാണോ ശരിയാണോ? ഇതാണ് എൻ്റെ അതിനകത്തൊരു മിസ്നോമർ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഹാപ്പിനെസ് എന്ന യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് നമ്മൾ ഈ സന്തോഷം എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്രീഡമാണ് പ്രശ്നം. ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീ ഫോർ ഓൾ സിറ്റുവേഷൻ അല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർക്കും എന്ത് തെമ്മാടിത്തരവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ഒരു പരിധിയുണ്ട്, പരിമിതികളുണ്ട്, അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളില്ലാതായി പോകുന്നുണ്ട് പലയിടത്തും. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, അവിടെ ഈ അങ്ങ് പറഞ്ഞ ഈ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയോ കൂടിപ്പോയപ്പോൾ
അവിടെ ദേശീയതയുടെ ഒരു ബോധം ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ചോദിച്ച് പഴകിയ കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ വളരെ ഓയിൽ റിച്ച് ആയിട്ടുള്ള ഒരൊറ്റ മുസ്ലിം നേഷൻ പോലും ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാതെ ഇവരെയെല്ലാം യൂറോപ്പിലേക്കും UK യിലേക്കും ഒക്കെ പറഞ്ഞു വിട്ടത്? അത് കൃത്യമായിട്ട് ആ രാജ്യങ്ങൾ ഈ ഒരു സാധനത്തിൻ്റെ വാക്യൂം അവിടെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവിടെ കയറി മേയാനും അവിടെ കയറി സ്വാധീനം ഉറപ്പിക്കാനും സാധിച്ചത്. അപ്പോൾ ഹാപ്പിനെസ്, ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ദെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഹാസ് ടു ബി ദെയർ. നമ്മൾ വളരെ താഴെ പട്ടിണിയുടെ കാര്യത്തിലും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലുമൊക്കെ നമ്മുടെ രാജ്യം 75 വർഷങ്ങൾക്കിടയിൽ നേടിയ പ്രോഗ്രസ് വളരെ പരിതാപകരമാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിനു മുമ്പ് ഗരീബി ഹട്ടാവോ വാസ് ജസ്റ്റ് എ സ്ലോഗൻ, ഇലക്ഷൻ സമയത്തെ ഒരു സ്ലോഗൻ മാത്രമായിരുന്നു. അപ്പോൾ അത് മാറേണ്ടത് ആവശ്യമാണ്. അതും ഇതും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. അത് രാജ്യത്തെ ചോദ്യം ചെയ്യാനും ഇരിക്കുന്ന കമ്പ് മുറിക്കാനുമുള്ള സ്വാതന്ത്ര്യമാവരുത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് അടക്കം ഇപ്പോൾ ഈ വരുന്ന ഇൻഡെക്സ് മുഴുവൻ തട്ടിക്കൂട്ട് കടലാസ് സംഘടനകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് പലതും 100% ഇന്ത്യ വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധവുമാണ്. അപ്പോൾ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി തന്നെ നോക്കേണ്ടതാണ്. നേരത്തെ വന്ന ഈ ടൈപ്പ് ഇൻഡെക്സിൻ്റെ മുഴുവൻ സംഘാടകരെക്കുറിച്ചൊന്ന് വിശദമായിട്ട് അന്വേഷിക്കണം. എല്ലാം കടലാസ് സംഘടനകളാണ്. ഞാൻ വീട്ടമ്മയാണ്. ഇപ്പം ഇങ്ങനൊരു ചർച്ചയുണ്ടെന്ന് ഗോപാൽജി അറിയിച്ചപ്പോഴത്തേക്ക് ഞാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബംഗ്ലാദേശ് കലാപത്തിൻ്റെതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഒരു കാശ്മീർ യാത്ര നടത്തി. കാശ്മീർ യാത്ര നടത്തി എന്ന് പറഞ്ഞാൽ 5 പേര് ഞങ്ങൾ തനിയെ ഉള്ളൊരു പോക്കായിരുന്നു. അപ്പം കാശ്മീരിൻ്റെ വളരെ ഉൾഗ്രാമത്തിലാണ് യാത്ര ചെയ്തത്. യാത്ര ചെയ്തപ്പോൾ അവിടെ കണ്ടത് വെറും സാധാരണക്കാരായ, പണ്ട് എനിക്ക് തോന്നുന്നു ബോംബെ വരെ മാത്രമേ കേരളം എന്ന് പറഞ്ഞാൽ അറിയാൻ പാടുണ്ടായിരുന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. പക്ഷേ വളരെ ദ്രാസ് എന്ന് പറഞ്ഞ, ഇപ്പം കാർഗിൽ ഉൾപ്പെടുന്ന ആ ഒരു ദ്രാസ് എന്ന് പറഞ്ഞ ജില്ലയിൽ വളരെ ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്ക് സ്കൂള് കണ്ടിട്ടില്ലാത്ത സ്ത്രീകൾക്ക് വരെ കേരളം അറിയാം. ഞങ്ങളെ സ്വീകരിക്കാൻ ഭയങ്കര താല്പര്യമാണ് അവർ കാണിച്ചതിൻ്റെ പിന്നാമ്പുറം പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അറിഞ്ഞത് കേരളത്തിൽ നിന്ന് വന്നവർക്ക് ഞങ്ങൾക്ക് റൂമിന് തന്നെ റെൻറ്റ് വളരെ കുറച്ചാണ് തന്നത്. ആ ഒരു ഗ്രാമം മുഴുവനും ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്ക് വെള്ളം തരാനും ഭക്ഷണം തരാനും ഒക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഭാവിയിൽ കാശ്മീരാകാൻ പോകുന്ന ഒരു സംസ്ഥാനത്തു നിന്ന് വന്ന ആൾക്കാരെന്നുള്ള നിലയിലുള്ള പരിഗണനയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അവിടെ. അതൊരു അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കൂപമണ്ഡൂകങ്ങളാണെന്നുള്ളത്. കാരണം കേരളത്തിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. പുറത്ത് ചെന്ന് നിന്നപ്പോഴത്തേക്കാണ് കേരളം എത്രത്തോളം ചീഞ്ഞു നാറുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഈ ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു കലാപം വന്നപ്പോഴത്തേക്കും തന്നെ ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് പറഞ്ഞു, താമസിയാതെ കേരളവും ഇതുപോലെ ഒരു അവസ്ഥയിലെത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഹാൻലിയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് പാനോങ്ങിനും ദ്രാസിനും ഇടയ്ക്കുള്ള ഒരു ഗുരുദ്വാറിൽ കയറിയായിരുന്നു. ഗുരുദ്വാറിൽ കയറിയപ്പോഴത്തേക്കും അവിടെയുള്ള പ്രധാന അതിൻ്റെ പ്രവർത്തകൻ എന്തുകൊണ്ടോ ഞങ്ങൾ 5 പേരാണ് പോയത്, 3 പേരും 2 കുട്ടികൾ, എൻ്റെ മോനും തേറ്റ്, ഞങ്ങളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ അവിടെ ഇരുത്തി സംസാരിച്ചിട്ട് പറയുക, ഒരുപാട് പ്രവർത്തനങ്ങൾ കാശ്മീരിൽ നിന്ന് ഇവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. മതപരിവർത്തനത്തിനും പിന്നെ ഈ കലാപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെയധികം എന്നെ സ്വാധീനിച്ചു. കാരണം ഇപ്പം ഇവിടെ നടക്കുന്നതും പലതും അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസത്തിനുള്ള ഒരു സൗകര്യം വളരെയധികം നമ്മൾ ചെന്ന് ചോദിച്ചിരുന്നാലും കിട്ടുന്നില്ല. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം തന്നെ ഒരു ഹിന്ദു സമ്മേളനം നടത്തിയാൽ എത്ര പേരാണ് വരുന്നത്?
ആ സമ്മേളനത്തിന് പങ്കെടുക്കാനായിട്ട് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു ഹിന്ദു ആണെന്ന് പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്കും പരസ്യമായിട്ട് വന്നെന്ന് അത് പ്രതികരിക്കാനും ഹിന്ദുക്കൾക്ക് ധൈര്യം ഇല്ല. ആ ധൈര്യം കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു തിരിച്ചറിവാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഞാനെപ്പോഴും ഇസ്രായേലിനെ കാണുന്നത് ഈ പ്രതിരോധം അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതി നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു വീട്ടിലകത്ത് അച്ഛനും അമ്മയും കൂടെ നിന്നിട്ട് ഒരു പക്ഷേ നടക്കാൻ പഠിക്കുമ്പോൾ കുട്ടി വഴിയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പോയി കുട്ടിയെ വാരി എടുത്തിട്ട് അവിടെയുള്ള ഫർണിച്ചർ ഏതെങ്കിലും അല്ലെങ്കിൽ കട്ടിലിനെ അല്ലെങ്കിൽ വാതിലിനെ തട്ടിയിട്ട് നീ എന്തിനാ കുഞ്ഞിനെ തള്ളിയിട്ടെന്ന് ചോദിക്കും. പക്ഷേ ഇസ്രായേലിൽ അങ്ങനെയല്ല. ഇസ്രായേലിൽ അമ്മ എതിരെ നിൽക്കും. ഈ കുട്ടി നടന്ന് അവിടെ വരണം, വഴിയിൽ അത് കുട്ടി വീണാലും അമ്മ പോയി എടുക്കില്ല. അപ്പം ഇതൊരു മനഃശാസ്ത്രപരമായ പ്രതിരോധമാണ്. ഇപ്പം നേരത്തെ രാജേഷ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ ഒരു ഹിന്ദുവിൻ്റെ സർവധർമ്മ സമഭാവന, ഈ സർവധർമ്മ സമഭാവന അർഹിക്കുന്ന പാത്രത്തിലാണ് കൊടുക്കണ്ടേ. ഇവിടെ തിരുവിതാംകൂറിലെ ചരിത്രം നോക്കിയാൽ അറിയാം. ഇവിടുത്തെ നമ്മൾ എല്ലാവർക്കും ഇവിടെ ആരാധനാലയങ്ങൾ കൊടുത്തു. ഇപ്പം ഏറ്റവും അവസാനത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഹിന്ദുവിൻ്റെ സർവധർമ്മ സമഭാവനയും അവൻ്റെ ഈ ഔദാര്യവും കാരണമാണ് പലപ്പോഴും ഈ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മുടെ പൃഥ്വിരാജ് 17 തവണയാണ് ഗസ്റ്റിയെ തോപ്പിച്ച് ഇതാക്കിയിട്ട് വിട്ടത്. എന്നിട്ട് അവസാനം അദ്ദേഹത്തെ 18ാം തവണ പൃഥ്വിരാജിനെ തോപ്പിച്ചപ്പോൾ കൊണ്ടുപോയി കണ്ണ് കുത്തി പൊട്ടിച്ച് ജയിലിലിടുകയായിരുന്നു. പിന്നെ പൃഥ്വിരാജ് ശബ്ദഭേദം എന്ന് പറയുന്ന സംഭവം അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഒരവസരം കിട്ടിയപ്പോൾ അതിന് പകരം വീട്ടിയത്. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ അവസ്ഥ ഇന്ന് അവസ്ഥയാണ്, പൃഥ്വിരാജിൻ്റെ അവസ്ഥയിലാണ് നമ്മുടെ ഹിന്ദു സമൂഹം. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആർക്കും എതിരല്ല. ലോകത്ത് മുസ്ലിങ്ങൾക്കും ഇവർക്കും മാത്രമല്ല, ജൂതന്മാരെ ലോകം മുഴുവൻ വംശഹത്യ നടത്തിയപ്പോൾ അഭയം കൊടുത്തത് കേരളത്തിൽ കൂടിയാണ്. കേരളത്തിൽ കൊച്ചിയിലും ഗോവയിലും നമ്മുടെ തൃശ്ശൂരിലും മാളയിൽ ഇവിടെയൊക്കെ ജൂതന്മാർക്ക് അഭയം കൊടുത്തു. ഇവിടെ ജൂതത്തെരുവുണ്ടായിരുന്നു. അവസാനം അവശേഷിക്കുന്ന ഒരു ജൂത അമ്മ ഇന്നലെ മരിച്ചു. അപ്പം നമ്മളെല്ലാ മതങ്ങളോടും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇവരെല്ലാം നമ്മളോട് തിരിച്ചു ചെയ്തത് എന്താ? ഇപ്പോൾ മലബാർ മാനുവലോ അല്ലെങ്കിൽ കെ മാധവൻ നായരുടെ മലബാർ കലാപമോ മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥയോ വായിക്കുമ്പോൾ അറിയാം. തലേ ദിവസം വരെ അമ്മയെന്ന് വിളിച്ച് വീട്ടിൻ്റെ വടക്കുപുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചോ, പിറ്റേ ദിവസം മാപ്പിളക്കലാപം ഉണ്ടായ ദിവസം നീ എൻ്റെ ബീവി ആവണമെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചരിത്രം. അപ്പം നമ്മളിത് സ്വയം സജ്ജരാകണം. നമ്മൾ ശക്തരാണെങ്കിൽ ഇവരാരും നമ്മളെ എതിർക്കില്ല, നമ്മളെടുത്ത് മുട്ടാൻ വരില്ല. നമ്മൾ ശക്തരല്ല എങ്കിൽ ഇവർ നമ്മളെ മതപരിവർത്തനം ചെയ്യാനും ബാക്കി എല്ലാത്തിനും നടക്കും. ഇന്ന് എത്ര ജിഹാദാണ്, ലവ് ജിഹാദും ലാൻഡ് ജിഹാദും അടക്കം. നിങ്ങൾ തിരുവനന്തപുരത്തെ സ്ഥിതി ആലോചിക്കണം. പാളയം മുതൽ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വരെയും റൈറ്റിൽ കേശവാസപുരം കഴിഞ്ഞിട്ട് അടുത്ത മണ്ണതല ജംഗ്ഷൻ വരെയും പുതുതായിട്ട് തുടങ്ങിയ കടകളുടെ എണ്ണം എടുക്കുക. ഇതെല്ലാം ഒരു പ്രത്യേക സമുദായത്തിൻ്റെയാണ്. എല്ലാം ഉമ്മായുടെ ചായക്കടയും പിന്നെ ഇക്കായുടെ തട്ടുകടയൊക്കെയാണ്. ഇതിൻ്റെ പിറകിലാരാ? പിന്നെ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ലൈസൻസ് ഇല്ലാത്ത തെരുവോര കച്ചവടക്കാർ, ഇത് മുഴുവൻ മലബാറിലെ 2-3 ജില്ലകളിൽ നിന്നുള്ളതാണ്. ഇത് ആരാ സ്പോൺസർ ചെയ്യുന്നത്? ഇത് മാത്രമല്ല, ഇത് കേരളത്തിലെ എല്ലാ ക്ഷേത്ര നഗരങ്ങളിലും ക്ഷേത്രത്തിന് ചുറ്റും പുതുതായിട്ട് വരുന്ന സ്ഥാപനങ്ങൾ ആലോചിക്കുക. ബിനാമി പേരിൽ ഹിന്ദുക്കൾക്ക് കച്ചവടം നടത്താൻ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്ത് ബിനാമി പേരിൽ കട തുടങ്ങും. ഇത് മനസ്സിലാക്കണം. ഞാൻ ആർക്കും എതിരല്ല, എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ട് എല്ലാ മതക്കാരും ഉണ്ട്. നമ്മൾ പറയുന്നത്, നമ്മളിവിടെ ഈ ഹിന്ദു സമൂഹം സഹസ്രാബ്ദങ്ങളായിട്ട് ഭാരതത്തിലുള്ളത് ഇതേപടി ഇൻടാക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സജ്ജരാകണം, പ്രതിരോധത്തിൽ ഊന്നണം. നമ്മുടെ അശോകൻ, വൈക്കത്തെ അശോകൻ, അദ്ദേഹത്തിൻ്റെ മകളാണ് ആതിര, അവരെ കൺവെർട്ട് ചെയ്ത് ഹാദിയാക്കി.
അന്ന് അശോകൻ പറഞ്ഞുകൊണ്ട്, അശോകൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ജനൻ ടി വിയിൽ ഇൻ്റർവ്യൂവിൽ അശോകൻ നമ്മളോട് പറഞ്ഞതാണ്, കേരള സമൂഹത്തോട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എൻ്റെ പാരമ്പര്യവും സംസ്കാരവും പഠിപ്പിച്ചില്ല. ഇത് ബാലിയിലും ഇന്തോനേഷ്യയിലും മുസ്ലിങ്ങളായവർക്ക് അവരുടെ ചരിത്രപുരുഷൻ ഇപ്പോഴും ശ്രീരാമനാണ്. അവരുടെ വിമാനത്തിൻ്റെ പേര് ഗരുഡയാണ്. അവിടുത്തെ എല്ലാം നാണയങ്ങളടക്കം എല്ലാത്തിലും രാമായണത്തിലെ പ്രതീകങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പറ്റുന്നു? ഇവിടെ നമ്മുടെ സംസ്കാരത്തെ തകർത്തെറിഞ്ഞിട്ടാണ് മറ്റു മതവിശ്വാസങ്ങൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിലേക്ക് മടങ്ങുക. സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞത്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ആക്രാമിക ഹിന്ദുത്വം. ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ ഉരുക്കു മുഷ്ടി കൊണ്ട് തിരിച്ചടിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവണം. എനിക്ക് ഭയമില്ല, ഇപ്പോൾ 100% ഭയമില്ല. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഭാരതത്തിൽ ഇത്രയും ശക്തമായിട്ട് വേരോട്ടത്തോടെ ഇന്ന് പോകുന്നത് കൊണ്ട് ആണ് ഇന്ന് കേരളത്തിലെയും ഭാരതത്തിലെയും ഹിന്ദു സമൂഹത്തിന് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. കേരളത്തിലെ മാധ്യമ സിംഹങ്ങൾ ആരും ഇത് അംഗീകരിക്കില്ല. അവർക്ക് മുഴുവൻ പേർക്കും RSSനോട് എതിർപ്പാണ്. എന്തിന്? ഒരു കാരണവുമില്ല. ഈ സംഘടിത വോട്ട് ബാങ്കിനെ കണ്ടിട്ട് തന്നെയാണ് ഈ പ്രീണനം ഇന്നും നടന്നുകൊണ്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരത്ചന്ദ്രൻ. ഈ ഗോപാൽജി പറഞ്ഞ പോലെ ചോദ്യം മാത്രം ചോദിക്കുമ്പോൾ അതിനകത്തൊരു ബുദ്ധിമുട്ട് വരും. എന്നാലും ഇവിടെ ഒരുപാട് കാര്യങ്ങളെല്ലാം പ്രഗത്ഭരായ ആൾക്കാർ സംസാരിച്ചു, നിങ്ങളെല്ലാം കേട്ടു. പക്ഷേ ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് അഫ്ഗാൻ മുതൽ ഏതാണ്ട് ബർമ്മ വരെ കിടക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു കാലത്ത് ഒന്നായിരുന്നു, ഇന്ത്യ അടക്കം. അതൊക്കെ പല ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും പല രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങളിലും അത് വേർപെട്ട് ഇന്ത്യ മഹാരാജ്യം അന്ന് നല്ലൊരു സംസ്കാരത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയും മറ്റുള്ളവരെല്ലാവരും തന്നെ ഒരേ ഒരു മതം, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് എല്ലാം. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അതായത് ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു. അവിടുത്തെ ഒരു അറബി എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഇസ്ലാം ഈസ് എ പ്രഷ്യസ് റിലീജിയൻ ബട്ട് ദ എക്സിക്യൂഷൻ ഈസ് ടോട്ടലി റോങ്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് അത് പറയുന്നത്, ആലോചിച്ച് നോക്കണം. അതായത് ഒരു പ്രഷ്യസ് റിലീജിയനാണ്, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷനാണ്. നമുക്ക് ഇവിടെ തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. ഇവിടെ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ കുഞ്ഞു മനസ്സുകളിൽ നിന്നും വളർന്ന് വലുതായി ഇത്ര അധികം തീവ്രവാദ ലോകത്തിലോട്ട് അവരെത്തിപ്പെടുന്നത്. ഈ ഹൈന്ദവരിൽ അങ്ങനെ ഒരു ഇതില്ല. കാര്യം എന്താ? അത്തരത്തിലുള്ള സ്കൂളുകളോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത് പഠിപ്പിക്കലോ ഒന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പാകിസ്ഥാനിലായിരുന്നാലും ബംഗ്ലാദേശിലായിരുന്നാലും ഒരു ഭരണ അട്ടിമറി നടന്നാൽ അത് ഹിന്ദുക്കളുടെ എതിരായിട്ട് ഇവരെല്ലാവരും അവിടുത്തെ ജനങ്ങൾ, അതായത് ന്യൂനപക്ഷമായ 22% ആയിരുന്നത് ഇപ്പോൾ 7.5%. ഈ 7.5% ഹിന്ദുക്കളുടെ എതിരാണ് ബംഗ്ലാദേശിൽ തിരിച്ചത്. ഇതുപോലെ തന്നെയാണ് ബനസീർ ഭൂട്ടോ പാകിസ്ഥാനിൽ ഇരുന്നപ്പോൾ അവിടെയും ഇതുണ്ടായി. ക്ഷേത്രങ്ങൾ അടിച്ച് ഇത് ചെയ്തു, നശിപ്പിച്ചു. അതുതന്നെയാണ് ഇവിടെ ഉണ്ടായത്. എന്തുകൊണ്ട് അവർ ഹിന്ദുക്കളെ, ഈ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ ഇവരെല്ലാവരും വാളെടുക്കുന്നു, കൊല്ലുന്നു? അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ, ഹിന്ദുക്കളെ എത്ര നികൃഷ്ടമായിട്ടാണ് ഈ ബംഗ്ലാദേശിൽ കൊന്നത്. പക്ഷെ അത്രമാത്രം അവിടെയുള്ള ഹിന്ദുക്കൾ, ഈ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ എന്ത് തെറ്റ് ചെയ്തു? ഇവിടെ ഭരണാട്ടിമറിയാണ് നടന്നത്. ശരിക്കും മുജീബുർ റഹ്മാൻ മുതൽ ഈ ഹസീന വരെയുള്ള എല്ലാവരും അവിടെ നിന്ന് അട്ടിമറി ചെയ്യപ്പെട്ടു പോയവരാണ്. പക്ഷേ എപ്പോഴും ഇവരെല്ലാം ഹിന്ദുക്കളോടാണ് കാണിച്ചിട്ടുള്ളത്. അതിനാണ് യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ഒരു ചോദ്യമാണ്, അതിനാണ് യഥാർത്ഥത്തിൽ ഒരു മറുപടി കിട്ടേണ്ടത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇത് എന്ത് സാധ്യത കിട്ടിയാലും അത് സ്വന്തം മതത്തെ വലുതാക്കാനും മറ്റ് മതങ്ങളെ അല്ലെങ്കിൽ അവിശ്വാസികളെ, കാഫറുകളെ ഇല്ലാതാക്കാനും ശ്രമിക്കുക എന്ന് പറയുന്നതാണ് ഇവരുടെ രീതി. ഇതിപ്പോൾ 1921 മലബാർ കലാപത്തിൽ നടന്നത് ഇത് തന്നെയാണ്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നടന്നത് ഇത് തന്നെയാണ്. ടിപ്പു സുൽത്താൻ്റെ വരവിനെ കുറിച്ച് വില്യം ലോഗൻ പറയുന്നുണ്ട്.
ഈ കടത്തനാടെന്ന് പറയുന്ന നാട് മുഴുവൻ ശ്മശാനമായി. നടകാലിൽ ആനയുടെ കാലിലാണ് സ്ത്രീകളെ നഗ്നയായിട്ട് കെട്ടിയിട്ടു, കുഞ്ഞുങ്ങളെ ആനയുടെ കഴുത്തിൽ കെട്ടിയിട്ടു. എന്ത് ചെയ്തിട്ടാണ്? അപ്പൊ ഇത് മുഴുവൻ ഇത് ആലോചിക്കണം. അപ്പൊ നമ്മളിതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശക്തരാവുക എന്നുള്ളതാണ്. ശക്തരായിട്ടല്ലാണ്ട് ഇതിനെ നേരിടാൻ കഴിയില്ല. അപ്പൊ ഇവിടെയും ഇപ്പോഴും എന്തവസരം കിട്ടിയാലും ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്ന വാട്സാപ്പ് ഹർത്താൽ നോക്കുക. ആ വാട്സാപ്പ് ഹർത്താലിൽ ഇതേ സംഭവം ഉണ്ടായേ. ഹിന്ദുക്കളെ വണ്ടിയിൽ പിടിച്ചു നിർത്തിയിട്ട് ഹിന്ദു ആണോ എന്ന് പേര് നോക്കിയിട്ട് തടഞ്ഞു നിർത്തി. അതിനകത്താണ് രാമസിംഹൻ അബൂബക്കറും പെട്ടത്. അന്ന് അദ്ദേഹം അബൂബക്കറായിരുന്നു. അപ്പൊ ഈ അവസ്ഥ കേരളത്തിലുണ്ട്. ഇപ്പൊ എൻ കണ്ണൻ CPM-ന്റെ MLA ആയിരുന്നു. അദ്ദേഹം 98-ൽ കേരള നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ശബരിമല തീർത്ഥാടന കാലത്ത് കറുപ്പ് വസ്ത്രം വിൽക്കാൻ സമ്മതിക്കുന്നില്ല, പിന്നെ റംസാൻ നോമ്പ് കാലത്ത് മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നില്ല, കള്ള് ഷാപ്പുകളും തിയേറ്ററുകളും സിനിമാ തിയേറ്ററുകളും തീ കത്തിക്കുന്നു. കഥകളി പഠിച്ച സദനം അബൂബക്കർ എന്ന് പറയുന്ന അയാളുടെ വീട് അപ്പൻ്റെ ബാപ്പയുടെ ചായക്കടയും കത്തിച്ചു കളഞ്ഞു. ഇവിടെയും ഈ മതമൗലികവാദം ശക്തിയാവുകയാണ്. ഇപ്പം ഇന്നലെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് സൗദി അറേബ്യയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ തരത്തിലുള്ള വസ്ത്രധാരണ രീതി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് കേരളത്തിൽ അതേസമയം ഈ 38 ഡിഗ്രി 40 ഡിഗ്രി ചൂടിനും ചാക്കിക്കെട്ടി നടക്കുകയാണ്. ഈ മതമൗലികവാദത്തിൻ്റെ ശക്തി കേരളത്തിൽ കൂടി വരുന്നു. ഇസ്ലാമിൻ്റെ പ്രഭവ കേന്ദ്രമായ സൗദി അറേബ്യയിൽ കുറഞ്ഞു വരും. അപ്പം ഇനിയും ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെയുള്ള അറ്റാക്ക് ഉണ്ടാവും. കേരളത്തിൽ അതിശക്തമായ രീതിയിൽ ഇതിൻ്റെ ഫണ്ടിങ്ങും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതിശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർത്താൻ ഹിന്ദു സമൂഹത്തിന് കഴിയും. ഇതിനകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശത്രു എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന, നമ്മളെ വിഴുങ്ങാൻ നിൽക്കുന്ന ആരായാലും അല്ലെങ്കിൽ നമുക്ക് ഭീഷണിയായത് എന്തായാലും അതൊന്നും നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റൊരു മതവിശ്വാസം പോലെയല്ല. നമ്മൾക്ക് പരിചിതമായ മതവിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വേറിട്ട് പോയി. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ബുദ്ധിസമായാലും ജൈനിസമായാലും അത് ഓഫ് ഷൂട്ട്സ് ഓഫ് ഹിന്ദുയിസം എന്നാണ് പറഞ്ഞത്. ഹിന്ദു മതത്തിൽ നിന്ന് മറ്റൊരു വിചാരധാര. അപ്പോൾ അതുപോലെ ഒന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. പൊളിറ്റിക്സ് ഉണ്ട് അതിൽ, എക്കണോമിക്സ് ഉണ്ട് അതിൽ, എഡ്യൂക്കേഷൻ ഉണ്ട് അതിൽ. എന്തിനാ നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങൾ ബെഡ്റൂമിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് പോലും പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലീറ്റ് ടോട്ടൽ പാക്കേജാണത്. ആ പാക്കേജിനകത്ത് ഒരു അന്യമതസ്ഥനോ അല്ലെങ്കിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ എന്ന് അവരെപ്പോഴും പറയുന്നത്, ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ മാത്രം അവരെ പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികൾ കൂടുതലുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. അതിൻ്റെ വലിയ പ്രശ്നമുണ്ട്. അതിനെ എങ്ങനെ നേരിടുമെന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് വലിയ ചലഞ്ച്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടൂൾ കിറ്റ് സമരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റും കൂടി ഇതിനകത്തുണ്ട്. ഈ എല്ലാ സമരങ്ങളിലും യൂസ് ചെയ്യപ്പെടുന്നത് യൂണിവേഴ്സിറ്റീസും സ്റ്റുഡൻസുമാണ്. ഈ സമരങ്ങൾ മിക്കവാറും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരാണ്. എനിക്ക് നേരിട്ടറിയാം. ജനുവരി 26 കറുത്ത വസ്ത്രം ധരിച്ച് യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ പോകുന്ന ചില അധ്യാപകർ, മലയാളിയാന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട, പക്ഷേ കേരളത്തിലല്ല, അങ്ങനെയുള്ള അധ്യാപകരുണ്ട്. ഇപ്പോൾ ഡാക്കയിൽ നടന്ന ഈ സമരത്തിൽ ചിറ്റഗോങ് യൂണിവേഴ്സിറ്റി, പിന്നെ വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ബ്രാക്ക് യൂണിവേഴ്സിറ്റി, പിന്നെ ഡാക്ക യൂണിവേഴ്സിറ്റി. ഈ 3 യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകരാണ് ഈ സമരത്തെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്. ഈ അധ്യാപകരെ ചിലരെ ഷെയ്ഖ് ഹസീന അറസ്റ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. ഇതിലെ ഈ ബ്രാക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ടോട്ടലി അമേരിക്കൻ ഫണ്ടഡാണ്. വലിയ തോതിൽ അമേരിക്ക പൈസ ഇറക്കിയതാണ്. ആ പൈസ വന്നത് സോറോസിൻ്റെ ഫൗണ്ടേഷനിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇന്ത്യയിൽ എന്താണ് നടന്നത്? CAA പ്രൊട്ടസ്റ്റ് ആയാലും മറ്റ് CAA പ്രൊട്ടസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. JNUവിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല.
അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഒരു 50 വയസ്സ് 40 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മളിത് ബോധവൽക്കരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. നമ്മൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണം പറഞ്ഞു കൊടുക്കാൻ. ആ ചെറുപ്പക്കാർക്ക് നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ അഭിമാനം കൊള്ളേണ്ടതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ വേറെ യാതൊരു വഴിയില്ല. They should be empowered with knowledge about our religion, about our culture, about our practices, about our social system. ഇത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാത്തിടത്തോളം നമ്മളുടെ കയ്യിൽ വേറെ എന്ത് ആയുധമാണ് ഉള്ളത്? അടിക്കണം, തിരിച്ചടിക്കണം, യുദ്ധം നടത്തണം, ഇൻഫിൽട്രേഷൻ നടത്തണം, ഇൻ്റലിജൻസ് ഓപ്പറേഷൻ നടത്തണം, അതെല്ലാം ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ വ്യക്തിപരമായി നമ്മളും ഈ സമരത്തിൽ പങ്കാളികളായേ പറ്റൂ. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയാതെ പോകുന്നതുകൊണ്ട് മാത്രമാണ് പലരും ചെന്നിട്ട് ഈ ട്രാപ്പുകളിൽ വീഴുന്നത്. വലിയ ട്രാപ്പാണ്. ഈ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ആൾ, അല്ല വന്നോണ്ടേ ഞാൻ പെട്ടെന്ന് തീർക്കും. മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ആൾ പൂർണ്ണമായിട്ടും അമേരിക്കൻ സ്പോൺസേർഡാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. 1967 US-ൻ്റെ ഫെലോഷിപ്പ് കിട്ടിയ ആളാണ്, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്. അതിനുശേഷം 2 സിവിലിയൻ അവാർഡ്സ്, മറ്റ് വലിയ തോതിലുള്ള ഫണ്ടിങ്. അയാൾ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിൻ്റൺ ഫാമിലിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളാണ്. ക്ലിൻ്റൺ ഫാമിലി എന്ന് പറയുന്നത് അവിടുത്തെ US-ലെ CIA-യുടെ ഏറ്റവും വലിയ അടുപ്പക്കാരാണ്. അപ്പം ഈ ബന്ധങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ വെറുതെ എങ്ങനെ അങ്ങ് സംഭവിക്കുന്നതല്ല എന്ന് പറയുകയാണ്. അപ്പം ഇതിനെ ചെറുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോധം നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ടാവണം. വളരെ വേദനാജനകമായിട്ടാണ് നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതും നമ്മുടെ അഭിമാനം വീണ്ടെടുക്കണം എന്നുള്ള അടിയുറച്ച വിശ്വസ്തത പുറത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ലളിതമായ ചോദ്യമാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്നത് UGCയുടെ നിയന്ത്രണത്തിലാണല്ലോ. ഇവിടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് UGC ശമ്പളം കൊടുക്കുന്നു. ഇതിനെ എങ്ങനെ നമുക്ക് തടയിടാം? കാരണം മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തന്നെ ഹിന്ദു മതത്തിനോ അല്ലെങ്കിൽ മറ്റു മതക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാഠശാലയാണത്. അത് എങ്ങനെയാണ് ഈ ശമ്പളം സർക്കാർ കൊടുക്കുന്നത്? നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു ജീവിത മൂല്യത്തെ വാർത്തെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു ഒരു വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എത്ര കാലം നമ്മളിങ്ങനെ ഭാരതീയ സംസ്കാരത്തിലും സനാതനധർമ്മത്തിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു ജീവിത രീതി കെട്ടിപ്പടുക്കണം എന്ന് പറയുന്ന എത്ര കാലമായി? അതിനോടൊപ്പം തന്നെ ഇത്തരം പ്രവണതകളെ തടയിടാൻ ഇപ്പോൾ ശക്തമായ ഒരു കേന്ദ്ര ഭരണം നമുക്കുണ്ട്. ഒരു സ്വയം സേവകനാണ് ഇന്ത്യയെ നയിക്കുന്നത്. വലിയ പ്രതീക്ഷയോടു കൂടിയാണ്, ശക്തമായ ഒരു മിഷനും പുള്ളിക്കൊണ്ട് അദ്ദേഹത്തിനുണ്ട്, സംശയമില്ല. നേരത്തെ ഇവിടെ സുരേശ്വരൻ പറഞ്ഞതുപോലെ ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് ഒരുപാട് ഹിന്ദു ജനങ്ങളിൽ 99% ആ ഒരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത് എന്നുള്ള വാസം തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇത്തരം നടപടികളെ ചെറുക്കാനും നമുക്ക് നിയമവ്യവസ്ഥതയോടെ മാത്രം മതി. ബഹളം വയ്ക്കാനോ ഒച്ച വയ്ക്കാനോ പോകണ്ട. തടയിടാൻ UGCയുടെ കേന്ദ്ര കമ്മിറ്റികളിൽ ഈ കാര്യം കൊണ്ടുവരികയും അത് തടയാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ സംസാരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ളത്. വേറെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. എൻ്റെ ചോദ്യം അല്ലാതെ എൻ്റെ അടുത്തിരുന്ന സുഹൃത്ത് അനീഷ് ചോദിച്ചതാണ്. ഞാൻ സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ചോദിക്കാൻ പറഞ്ഞതാണ്. ബംഗ്ലാദേശിൻ്റെ ഈ ഇഷ്യൂ മുതലെടുത്തുകൊണ്ട് ആ ഒരു അറ്റാക്ക് നടത്തി ഒരു അഖണ്ഡ ഭാരതം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിച്ചു. അതും കൂടെ ഷെയർ ചെയ്യുന്നു. ഇത് ചോദിച്ച ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. UGC സ്കെയിൽ ഇല്ല. നമ്മൾ UGC ശമ്പളമുണ്ട്, മദ്രസ അധ്യാപകർ ശമ്പളമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ശാസ്ത്രാധിഷ്ഠിതമല്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് ഞാൻ വർഗീയതയുടെ അടിവേരുകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതി. അതിനുവേണ്ടി റിസർച്ച് ചെയ്യാൻ വേണ്ടി മലപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ ജബ്ബാർ മാഷെ കണ്ടപ്പോൾ ജബ്ബാർ മാഷ് രസകരമായൊരു സംഭവം പറഞ്ഞു. അപ്പോൾ ഈ മദ്രസയെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും
ഭൂമി പരന്നതാണെന്നാണ്. അപ്പോൾ ഈ സ്കൂളിൽ വരുമ്പോൾ മാഷ് പഠിപ്പിക്കും പിന്നെ ഭൂമി ഉരുണ്ടതാണ്, ഇപ്പോൾ ഗ്ലോബും കാണിച്ചു കൊടുക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടി പോയി വൈകുന്നേരം പാപ്പയോട് ചോദിക്കും, പാപ്പ ഈ മാഷ് ഇങ്ങനെ സ്കൂളിൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു, മദ്രസയിലെ മുസ്ലിയാർ പറഞ്ഞു ഭൂമി പരന്നതാണെന്ന്, ഏതാ പാപ്പ സത്യം? നീ മുസ്ലിയാർ പറഞ്ഞത് വിശ്വസിച്ചാൽ മതി, ഇതെൻ്റെ അഭിപ്രായമല്ല, ജബ്ബാർ മാഷ് പറഞ്ഞതാണ്. ഇങ്ങനെ ശാസ്ത്രാധിഷ്ഠിതമല്ലാത്ത ചന്ദ്രനെ പിളർത്തിയതിന് ശേഷം ഒട്ടിച്ചു. അതൊരു കുതിരയുടെ ചിറകുള്ള കുതിരപ്പുറത്ത് പോയിട്ടാണ് ഒട്ടിച്ചത്. അപ്പൊ ഈ തരത്തിലുള്ള പല സംഭവങ്ങളും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്തിടയ്ക്ക് കേസരിയിൽ എഴുതി ഫേസ്ബുക്കിൽ ഞാനിത് ഈ സംഭവം ഇട്ടിരുന്നു. ഞാൻ കൊല്ലത്തുനിന്ന് വരുമ്പോൾ എൻ്റെ അടുത്തൊരു മുസ്ലിം കുട്ടി ബസ്സിൽ ഉണ്ട്. ഞാൻ ചോദിച്ചു, മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ ആ മദ്രസയിലാണ് പഠിക്കുന്നത്, സ്കൂളിൽ പോയിട്ടില്ല എന്ന് വരെ. അവനും അവൻ്റെ 2-3 സഹോദരന്മാരും. ഈ കുട്ടിയുടെ അച്ഛൻ കേരളത്തിലെ ഒരു സർക്കാർ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്, ഗസറ്റ് ഓഫീസറാണ്. ഈ 4 മക്കളെ മദ്രസയിൽ വിട്ട് ഈ തീവ്രവാദം പഠിപ്പിക്കുക. ശാസ്ത്രം എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല. പിന്നെ അവരിതാവും, അവരിത് വിശ്വസിക്കും. അയൽപക്കക്കാരനായ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. സ്വർഗത്തിൽ പോയാലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. 72 ഹൂറികൾ എന്ന് പറഞ്ഞാൽ 30 പിന്നെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ 100 വയസ്സുള്ള മുസ്ലിം ചെന്നാലും സ്വർഗത്തിലാണ് ചെല്ലുന്നതെങ്കിൽ അവന് വയസ്സ് 30 ആവും. ഇത് പഠിപ്പിക്കുകയാണ് ഇവിടെ. 72 സുന്ദരികളായ സ്ത്രീകൾ, പിന്നെ ഇവരുടെ ഇഷ്ടമുള്ള ഏറ്റവും നല്ല ആൺകുട്ടികൾ ഇഷ്ടം പോലെ. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്ന ഈ ബോധത്തിലാണ് സ്വർഗത്തിലെത്താൻ വേണ്ടി ഇവൻ ഷഹീദാവാൻ വേണ്ടി, രക്തസാക്ഷിയാകാൻ വേണ്ടി ഈ മറ്റുള്ളവരെ ആക്രമിക്കാനും കൊല്ലാനും പിന്നെ ബെൽറ്റ് ബോംബ് വെച്ചിട്ട് പൊട്ടാനും പോകുന്നത്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തിയല്ലാതെ ഈ സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇത് പണ്ട് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അബ്ദുൽ ഗഫൂർ, MES തുടങ്ങി. അദ്ദേഹമാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഫസൽ ഗഫൂറിലേക്ക് വന്നപ്പോഴോ അദ്ദേഹം ഇപ്പോൾ അസ്ത്രമായിട്ട് നടക്കുകയാണ് ബാക്കിയുള്ളവരെ തട്ടാൻ. ഇത് അവസ്ഥയാണ്. ഇത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വിവേകവും ബോധവുമുള്ള മുസ്ലിം സമൂഹം, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ ഇവരൊന്നിക്കണം. ഇവരൊന്നിച്ച് ഈ വോട്ട് ബാങ്കിൻ്റെ പൊളിറ്റിക്സ് ഇല്ലാതാവണം. വോട്ട് ബാങ്കിൻ്റെ പൊളിറ്റിക്സ് ഇല്ലാണ്ടായാൽ മാത്രമേ ഇത് നന്നാക്കാൻ പറ്റൂ. അബ്ദുറബ് എന്ന് പറയുന്ന മന്ത്രി ഗംഗ എന്ന് പേരുള്ള വീട്ടിൽ താമസിക്കില്ല എന്ന് പറഞ്ഞു. താമസിച്ചില്ല. ആ വീട്ടിൻ്റെ പേര് ഇടിച്ചു മാറ്റി ഗ്രേസ് ആക്കിയതിന് ശേഷമാണ് അബ്ദുറബ് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ ആ വീട്ടിൽ താമസിച്ചത്. ഏതെങ്കിലും രാജ്യത്ത് നടക്കുമോ ഇത്? അല്ല, അത് മാത്രമല്ല, ഈ വ്യാപാരികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഹലാൽ 33% ഹലാൽ ഫണ്ടിലേക്ക് പോകുന്നത്. തുപ്പൽ ബിരിയാണി നമ്മളത് വളരെ വ്യക്തമായ തെളിവടക്കം വെച്ചു കൊടുത്തതാണ്. തുപ്പാൻ പോകുന്ന ആളെ കൊണ്ടുവന്ന് നമ്മൾ ലൈവ് ചർച്ചയിൽ ജനം TV-യിൽ. അപ്പം നമുക്ക് ഇത് മാറണം. ഇത് മാറണമെന്നുണ്ടെങ്കിൽ വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം മാറണം. ഹലാലുള്ള ഒരൊറ്റ കടയിൽ നിന്ന് സാധനം വാങ്ങില്ല എന്ന് ബാറ്റ് മതസ്ഥർ തീരുമാനിക്കണം. ആ ചങ്കൂറ്റം ഉണ്ടാകുന്ന ദിവസം ഈ പ്രശ്നം തീരും. അതാണ് വേണ്ടത്. ചോദ്യമൊന്നുമല്ല, ഇതിന് അനുബന്ധിച്ച് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാൻ. ഇത് കൃത്യമായിട്ട് മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അസം നോക്കുക നിങ്ങൾ. അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ, ഞാൻ 2 വർഷത്തോളം ആസാമിൽ ജോലി ചെയ്ത ആളാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് ഈ മുസ്ലിം അധിനിവേശം എങ്ങനെയാണ് ഒരു സമൂഹത്തെ മാറ്റുന്നതെന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അന്നു മുതൽ അവർക്കുണ്ടായ അമർഷം ഭീകര. സാധാരണ ആസാം ആൾക്കാർ വളരെ പാവങ്ങളാണ്, വളരെ മൈൽഡാണ്, ഹിന്ദുക്കൾ പ്രത്യേകിച്ച്. പക്ഷേ അവരുടെ സമൂഹത്തിൽ ഇവരുണ്ടാക്കിയെടുത്ത ഭീഷണി എന്ന് പറയുന്നത് ചെറുതല്ല. ഒരിടത്തും വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാ നഗരങ്ങളിലും ഹിന്ദുക്കളും നഗരപ്രാന്തങ്ങൾ മുഴുവൻ ഈ ബംഗ്ലാദേശി കോളനികളുമായി മാറി. അവരുടെ ജനജീവിതം തന്നെ താറുമാറാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് വളരെ കർശനമായിട്ട് അദ്ദേഹം നടപടിയെടുക്കുന്നത് നിങ്ങൾ നോക്കുക. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലരൊക്കെ ഞെട്ടാറുണ്ട്. അയ്യോ,
BJP-കാർ കേട്ടാറുണ്ട്, ഇത്രയൊക്കെ പറയണോ ഇങ്ങനെ പരസ്യമായിട്ട്? പക്ഷേ അവരുടെ അനുഭവമാണ് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. പറയുന്ന പോലെ വളരെ ശക്തമായ രീതിയിലുള്ള സംഘടിതം എന്നുള്ളതല്ല അതിനകത്ത്. അവബോധം വേണം. വെറുതെ മുദ്രാവാക്യം വിളിക്കാൻ 10 പേര് സംഘടിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഉള്ളിലൊരു ബോധ്യം വേണം, ദിസ് ഈസ് എ ഫൈറ്റ് ഫോർ സർവൈവൽ, ഇത് നമ്മളുടെ നിലനിൽപ്പിൻ്റെ സമരമാണ് എന്ന് കൃത്യമായൊരു ബോധ്യം ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഭീഷണി വളരെ മൾട്ടി ഡൈമെൻഷനിലാണ്. നമ്മൾ ശരിക്കും ഒരു മൂടൽമഞ്ഞിനകത്ത് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ നിൽക്കുക. നമുക്ക് അറിയാം ആക്രമണം ഉണ്ടാവുമെന്ന്, പക്ഷേ എവിടുന്ന്, എപ്പോൾ, ഏത് ദിശയിൽ നിന്നാണെന്ന് അറിയില്ല. ആ ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കണ്ണു തുറന്ന് നമ്മൾ ചുറ്റുപാടും കണ്ടേ മതിയാവും. ചർച്ച വിലയിരുത്താൻ പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ ശ്രീ ശങ്കരൻകുട്ടി നായർ സാറിനെ ക്ഷണിക്കുന്നു. സുരേഷ്, സുഹൃത്തുക്കളെ, ഞാനിവിടെ നടക്കണമൊക്കെ കേൾക്കാമെന്ന് വെച്ച് വന്നതാണ്. പറഞ്ഞതൊക്കെ വളരെ റെലവൻ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, 1935-37 കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നെവിൽ ചേംബർലൈൻ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തു, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ആ അപ്പീസ്മെൻറ്റ് നടത്താൻ കാരണം ഒരു വശത്ത് ജർമ്മനി, ഇറ്റലിയൊക്കെ കൂടി ചേർന്ന് ശക്തമായ ഒരു യുദ്ധത്തിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. അവർക്ക് വേണ്ടത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത്, പടിഞ്ഞാറേ അറ്റത്തുള്ള പ്രദേശങ്ങളാണ്, സുഡാൻ അടക്കമുള്ളത്. നെവിൽ ചേംബർലൈൻ തീരുമാനിച്ചു, ഈ ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി തുടങ്ങിയ കക്ഷികളെയൊക്കെ പ്ലീസ് ചെയ്ത് കളയാം. പ്ലീസ് ചെയ്താൽ ഒരു യുദ്ധം അവോയ്ഡ് ചെയ്യാം. അങ്ങനെ പ്ലീസ് ചെയ്തു. ആഫ്രിക്കയുടെ ഭാഗം കൊടുത്തു. പക്ഷെ ആ നിലപാട് 2 വർഷം നിന്നുള്ളൂ. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ഥലം വാങ്ങിയതിന് ശേഷം അവരെ യുദ്ധത്തിന് തയ്യാറായതാണ് 2ാം ലോകമഹായുദ്ധത്തിലേക്ക് തെളിച്ച് 1939-45 കാലത്തെ യുദ്ധത്തിൽ അവസാനിച്ചത്. അപ്പോൾ ഈ അപ്പീസ്മെൻറ്റ് താൽക്കാലികമാണ്. ഇവിടെ പിണറായി വിജയനായാലും വേറെ ഏത് ഗവൺമെൻറ് ആയാലും ഇങ്ങനെ താൽക്കാലികമായി പ്ലീസ് ചെയ്യാം. ആ താൽക്കാലികമായി പ്ലീസ് ചെയ്യുന്നത് കൊണ്ട് ആത്യന്തികമായി വലിയ ഫലം ഉണ്ടാവില്ല. അതിനുള്ള തെളിവാണിപ്പോൾ UK-യിൽ. ഇപ്പോൾ അപ്പീസ്മെൻറ്റ് ഫോളോ ചെയ്ത നെവിൽ ചേംബർലൈൻ്റെ രാജ്യം ഫേസ് ചെയ്യുന്ന എന്താണ്? അവിടെ പണ്ട് ക്രിസ്തു മതാനുയായികളാണ് കൂടുതലെങ്കിൽ പണ്ട് ലൂതറും മാർട്ടിൻ ലൂതറും ഒക്കെ പുതിയ ചർച്ച് കൊണ്ടുവന്നെങ്കിലും ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഭൂരിപക്ഷ മൃഗീയത അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിമിനും ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അവർക്ക് ലൈസൻസൊക്കെ പാസ്പോർട്ടൊക്കെ അനുവദിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടാനും പാട്. അവിടെ ഉള്ളവരെ തന്നെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ, എതിർപക്ഷത്തുള്ളവർ UK ചെന്നാൽ അവർക്ക് ആരുടെയും സപ്പോർട്ടില്ല. നമ്മുടെ നാട്ടുകാർ നമ്മുടെ സപ്പോർട്ടില്ല എന്ന് മാത്രമല്ല, ഭാരതീയരെ തന്നെ തിരിച്ചയക്കുക എന്ന ഒരു നയമാണ് ഇംഗ്ലണ്ടിൽ കാണുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഈ ന്യൂനപക്ഷമായി അഭിനയിക്കുന്ന ബംഗ്ലാദേശിലെ മുസ്ലിം സഹോദരന്മാർ ഇപ്പോൾ ഹിന്ദുക്കളെ നിഷ്ഠൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1921 മലബാർ കലാപം പോലെ തന്നെ ഒരുമിച്ച് ആഹാരം കഴിച്ച് ഒരുമിച്ച് പിരിയുന്നവർ അടുത്തത് കത്തിയെടുത്ത് മുസ്ലിം അല്ലാത്തതിനെ കൊല്ലുകയാണ്. കാരണം എനിക്കും കിട്ടണം മോക്ഷം എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്ത് ഹീനകൃത്യവും കൊല്ലുന്നത് തന്നെ കൊല്ലാൻ തയ്യാറായിട്ടാണ് അവരുടെ ഇരിപ്പ്. അവിടെയാണിപ്പോൾ 100ാം വാർഷികം ആഘോഷിക്കുന്ന കൾച്ചറൽ അസോസിയേഷനായ RSSൻ്റെ പ്രാധാന്യം. ഇവിടെ സുരേഷോ
പ്രജീഷ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സംഘടന, ഒരു കൾച്ചറൽ സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ കേരളത്തിൽ ഇന്ന് നമുക്ക് ഇതുപോലെയുള്ളൊരു സ്ഥലത്തിരുന്ന് ഇങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സ്വയം സംഘടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും സെക്കുലാറിസം എന്നൊക്കെ പറയും. സെക്കുലാറെന്ന് പറയാനേ പറ്റുള്ളൂ. സെക്കുലാറിസം പ്രാവർത്തികമാക്കിയാൽ അത് കടയ്ക്കൽ കത്തിവയ്ക്കുന്നതിന് തുല്യമാണ്. പണ്ട് നായനാർ പറഞ്ഞതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. ഏതോ ഒരു ബലാത്സംഗ കേസ് വന്നപ്പോൾ സ്ത്രീകളുള്ള കാലത്തോളം ബലാത്സംഗം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ എവിടെയൊക്കെ മുസ്ലിംസ് ഉണ്ടോ അവിടെയൊക്കെ തലവേദനയാണ്. ആസ്ട്രേലിയ ആയാലും ഇന്ത്യ മഹാരാജ്യ ആയാലും മറ്റ് പ്രദേശങ്ങളിലായാലും. നേരത്തെ ഒരാൾ ചോദ്യം ചോദിച്ചല്ലോ, നമുക്കൊരു അഖണ്ഡ ഭാരതം എന്തുകൊണ്ട് പാടില്ല? പഴയകാലത്ത് അഖണ്ഡ ഭാരതമായിരുന്നു. സിലോണും ഇന്ത്യ മഹാരാജ്യവും അഫ്ഗാനിസ്ഥാനും ഇറാൻ, ഇറാഖ് തുടങ്ങി ബർമ്മ അടക്കമുള്ള വലിയ രാജ്യമായിരുന്നു. അതൊക്കെ തിരിച്ചു പിടിക്കാനൊക്കെ പറ്റും. പക്ഷേ അന്തർദേശീയ തലത്തിൽ നമുക്കതിന് സപ്പോർട്ട് കിട്ടത്തില്ല. ഇപ്പോൾ UNOൻ്റെ സെക്രട്ടറി ജനറൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കളെ ഇങ്ങനെ നിഷ്ഠൂരമായി കൊല്ലരുത്, അവരെ സംരക്ഷിക്കണമെന്ന് UN പറഞ്ഞിട്ടുണ്ട്. മറിച്ച് നമ്മൾ അഖണ്ഡ ഭാരതം എന്ന പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ആഗോളതലത്തിലുള്ള സപ്പോർട്ടോ ഒക്കെ ഇല്ലാതാകും. ആ നിലയിലൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ഭൂമിയും നമ്മുടെ പാക് ഒക്കുപ്പൈഡ് ടെറിട്ടറിയൊക്കെയാണ് തിരിച്ചു മേടിക്കേണ്ടത്. അത് മോഡിജി തിരിച്ചു മേടിക്കും. അദ്ദേഹത്തിൻ്റെ ഈ ടെന്യൂർ കഴിയുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ട പാക് ഒക്കുപ്പൈഡ് ടെറിട്ടറി ഏതെങ്കിലും വഴിയെ കൂടി അത് തിരിച്ചു മേടിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം. നേരത്തെ ഒരു വീട്ടമ്മ പറഞ്ഞല്ലോ, കാശ്മീരിൽ പോയപ്പോൾ അവർ അടുത്ത കേരളത്തിൽ നിന്നുള്ളവർ വന്നെന്ന് പറഞ്ഞപ്പോൾ കാശ്മീരിലുള്ളവരെ പോലെ ആണല്ലോ അവരെന്നുള്ളൊരു ധാരണ. കാശ്മീരിലെ പോലെയുള്ള സ്ഥലമാക്കാൻ, കേരളമാക്കാനായിട്ട് ശ്രമിക്കുന്ന സംഘടനകളുണ്ട്. അതിനുവേണ്ടിയാണ് ഈ മദ്രാസുകളൊക്കെ പ്രവർത്തിക്കുന്നത്. നേരത്തെ സുരേഷ് ഹോട്ടലുകാരൻ്റെ കാര്യം പറഞ്ഞല്ലോ. അട്ടക്കുളക്കര മുതൽ മണക്കാട് ആറ്റുകാൽ വരെ പോയാൽ മതി. എല്ലാ ഹോട്ടലും ഒന്നുകിൽ ഇസ്താംബുൾ ഹോട്ടൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പേരുകളാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് അങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എല്ലാം ഒരെണ്ണം പോലും ഒഴിച്ചല്ലാതെ സകല ഹോട്ടലുകളും ഇതുപോലെയുള്ള ഇസ്ലാമിക് മാനേജ്മെൻറ്റുമാണ്, ഇസ്ലാമിക് ഫുഡുമാണ്, അതുപോലെയുള്ള സാധന സാമഗ്രികളാണ്. പക്ഷേ അതിൻ്റെ ട്രാജഡി, ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതേച്ച് വരുന്നവർ തന്നെ ഇസ്താംബുൾ ഹോട്ടലിലും ടർക്കി ഹോട്ടലിലും ഒക്കെ കയറി തന്നെയാണ് ആഹാരം കഴിക്കുന്നത്. അവർ ദേ ആർ നോട്ട് കമ്മിങ് ടു ഈസ്റ്റ് റോഡ്, അവിടെ വന്ന ആര്യാസിലോ അവിടെയുള്ള ഹോട്ടലിൽ നിന്നൊന്നുമല്ല കഴിക്കുന്നത്. ഇതാണ് അവർക്ക് ഇഷ്ടം. നേരത്തെ മറ്റൊരു പ്രശ്നം പറഞ്ഞത് ഈ മദ്രസ അണ്ടർ ക്വാളിഫൈഡ് ആൾക്കാരാണ് അവിടെ പഠിപ്പിക്കുന്നത്. പഴയകാലത്തെ കേരള കലാമണ്ഡലത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ അധ്യാപകർക്ക് UGC കൊടുക്കാൻ പറ്റില്ല എന്ന് UGC പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് അവരിൽ പലരും ക്വാളിഫിക്കേഷൻ നേടുകയും UGC ശമ്പളത്തിന് അർഹരാകുകയും ചെയ്തു. അതേപോലുള്ളൊരു എഫർട്ട് ഈ മദ്രസയിൽ അധ്യാപകർ ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴും ഭൂമി പരന്നും നീളത്തിലും വട്ടത്തിലും റെക്റ്റാങ്കിളായിട്ടുമൊക്കെ കിടക്കണമെന്നാണ് അവിടുത്തെ അധ്യാപകർ പറയുന്നത്. ആ പറയുന്നതിനാണ് അവർക്ക് ശമ്പളം മാത്രമോ പെൻഷനും കൂടി ഉണ്ട്. ശമ്പളം മാത്രമല്ല, പഠിപ്പിക്കുന്നതിന് ശമ്പളമല്ല, പെൻഷനും കൂടി കൊടുത്തുകൊണ്ടാണ് അവർ കഴിയുന്നത്. ഈ 1,900 മദ്രസകൾ, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള മദ്രസകളിലെ ശമ്പളം തിരിച്ചെടുത്താൽ മാത്രം, മദ്രസകളിലെ ശമ്പളം മാത്രം തിരിച്ചെടുത്താൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കടബാധ്യത ഏറെക്കുറെ മാറ്റാൻ പറ്റും. അതിന് സാധിക്കുന്നില്ല. കരുനാഗപ്പള്ളി പോയി നോക്കി, എത്ര പള്ളികളാണ് അവിടെ നല്ല താജ്മഹൽ മാതൃകയിൽ പണിയുന്നത്. എവിടുന്ന പണം? ഞാൻ പുളിമൂട് കല്ലമ്മൻ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് 4 സെൻറ്റ് മേടിക്കാനായിട്ട് 1 കോടിക്ക് ശ്രമിച്ചിട്ട് കിട്ടണില്ല. 1 കോടിയേ ഉള്ളൂ അവിടെ. 4 സെൻറ്റ് 1 കോടി. അതിന് ശ്രമിച്ചിട്ട് തികയുന്നില്ല. വേറെ കരുനാഗപ്പള്ളിയിലൊക്കെ ഉള്ള താജ്മഹലുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര പേര് എത്ര എമൗണ്ട് വെച്ച് സംഭാവന നൽകിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന്. അപ്പോൾ മലബാർ കലാപത്തിൻ്റെ തന്നെ മാറ്റലിയാണ് ബംഗ്ലാദേശിൽ കാണുന്നത്. സുരേഷ് ഇത് കണക്കൊക്കെ പറഞ്ഞല്ലോ. പണ്ട് 4-1 ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഹിന്ദു സമൂഹം. ഇന്നത് 8%, 9% കുറഞ്ഞിരിക്കുകയാണ്. ഇനി അത് ഫർദറായിട്ട് കുറയും അവരിങ്ങോട്ട് വന്നില്ലെങ്കിൽ. അപ്പോൾ അവരെ നമ്മൾ
ഭാരതത്തിലേക്ക് തന്നെ എൻ്റർടൈൻ ചെയ്യുക. ആ ഹിന്ദുക്കളെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നൗഖാലിയിൽ 47 നടന്നതുപോലെ ഉള്ള ഒരു കൂട്ടക്കൊലയായിരിക്കും നടക്കുന്നത്. അല്ലെ ഇവരെയൊക്കെ കൺവേർട്ട് ചെയ്ത് താമസിയാതെ മാറ്റിക്കളയും. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല മോഡിജിക്കുണ്ട്. അത് അദ്ദേഹം നിർവഹിക്കും. അദ്ദേഹത്തിൻ്റെ ടീം, ഡിഫൻസ് മന്ത്രി അടക്കമുള്ളവരത് അതിന് ശാശ്വതമായ പരിഹാരം കാണും. പക്ഷെ അത് എത്രയും പെട്ടെന്ന് നടന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള നിഷ്ഠൂര പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുവരും. ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാനും ചൈനയും മാത്രമല്ല റഷ്യയും അമേരിക്കയും കൂടിയുണ്ട്. അമേരിക്കയുടെ CIA-യും റഷ്യയുടെ പഴയ KGB-യും വേറെ ഫോമിൽ പേരുകളൊക്കെ മാറ്റി. ഇപ്പോൾ ഫോർഡ് ഫൗണ്ടേഷൻ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആർക്കും സംശയമില്ല. ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് ഫെലോഷിപ്പ് വാങ്ങിയ ആളാണ് തോമസ് ഐസക്കും രാജൻ ഗുരുക്കളും. അവർക്ക് 1.5 കോടി കിട്ടിയാണ് രാജൻ ഗുരുക്കളും ഇവരും പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഗ്രാൻഡാണ് KGB പോലെയുള്ള CIA പോലെയുള്ള സംഘടനകൾക്ക് കിട്ടുന്നത്. അവിടെ ഫുൾ ബ്രൈറ്ററും ഒക്കെ ആവാനാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് യൂനിസ് ശ്രമിച്ചത്. പണ്ട് അവിടെ കിട്ടി. ആ പൈസയൊക്കെ കൊണ്ടാണ് പുള്ളി ഇപ്പോൾ മിടുക്കനായി വലിയ വിദ്യാഭ്യാസമുള്ള പ്രധാനമന്ത്രി വരെ ആയി. ഇനി ഹസീനെ പുറത്താക്കും. ഹസീനയ്ക്ക് അമേരിക്കൻ സപ്പോർട്ട് ആത്യന്തികമായിട്ട് കിട്ടും. അവരമേരിക്കയിലേക്ക് തന്നെ അഭയം തേടി പോകും ഇൻസ്റ്റെഡ് ഓഫ് UK ഓർ. നമസ്തേ. ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ ബംഗ്ലാദേശ് കലാപ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ചർച്ചയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കും മാധ്യമപ്രവർത്തകർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സമയം ദൈർഘ്യം കൊണ്ടാണ് ഞാനിത് ചുരുക്കുന്നത്. എല്ലാവർക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.